JEE Advanced 2022 paper 1 ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു സ്ഫെറിക്കൽ സ്റ്റാർസ് A and B have densities rho A and rho B respectively. A and B have the same radius and their masses MA and MB are related by MB equal to 2MA. Due to an interaction process, star A loses some of its mass so that its radius is halved, while its spherical shape is retained, and its density remains as rho A. The entire mass lost by A is deposited as a thick spherical shell on B, with the density of the shell being rho A. If VA and VB are the escape velocities from A and B, after interaction process the ratio VB by VA is under root 10 n divided by 15 raised to 1 by 3, the value of n. അതിൽ രണ്ട് സ്റ്റാർ ഉണ്ട്, എയും ബിയും രണ്ടിനും ഒരേ റേഡിയസ് ആണ്. ആ റേഡിയസ് നിങ്ങൾ സ്മോൾ ആർ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എ, മേലെ ബി ഉണ്ട്. അതിൽ ഈ എയിൽ ഇപ്പം എന്താ നമ്മൾ ചെയ്തതെന്നറിയോ? എയിൽ നിന്ന് നോക്കൂ, പുറത്തു നിന്ന് കുറച്ച് മാസ് നമ്മൾ റിമൂവ് ചെയ്തു. അത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു, ബിയുടെ മേലെ കൊണ്ടുപോയിട്ട്. അതാണ് ആ ബിയുടെ മേലുള്ള ഈ കവറിങ്. ഇത് ഇവിടെ ഒറിജിനൽ റേഡിയസ് സ്മോൾ ആർ വിചാരിച്ചോ. ഇപ്പം മാസ് റിമൂവ് ചെയ്തപ്പോൾ ഇതിൻ്റെ റേഡിയസ് r/2 ആയി. അപ്പോൾ വോളിയം 1/8 ആയി, മാസ് 1/8 ആയി. ഒറിജിനലി ഇതിൻ്റെ മാസ് എം ആണ്, ബിയുടെ മാസ് 2m ആണ്. ഇപ്പോൾ ഇതിൻ്റെ മാസ് m/8 ആയി എന്ന് പറഞ്ഞാൽ 7m/8 റിമൂവ് ചെയ്തു എന്നാണ്. അതെവിടെ കൊണ്ടുപോയി? അത് ഇവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അവിടെ ഓൾറെഡി ബിയുടെ മാസ് 2m പ്ലസ് 7/8m കൂടെ വരും. അപ്പോൾ ആ ബിയുടെ പുതിയ മാസ് m' വിത്ത് സഫിക്സ് ബി. ഒറിജിനലി ഉണ്ടായിരുന്ന 2m, പിന്നെ എയിൽ നിന്ന് റിമൂവ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത 7/8m, മൊത്തം 23/8m എന്ന് വരും. ഓക്കെ, നമ്മൾ എയിൽ നിന്ന് റിമൂവ് ചെയ്ത മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 7/8 വരും. ഓക്കെ, അപ്പം നമ്മൾ ആ എയിൽ നിന്ന് റിമൂവ് ചെയ്ത വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 പൈ സ്മോൾ ആർ ക്യൂബ് എയുടെ വോളിയം, അതിൻ്റെ 7/8. ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് മെറ്റീരിയൽ മാറ്റർ റിമൂവ്ഡ് ഫ്രം എ. അതാണ് ഈ നോക്കൂ, ബിയുടെ പുറത്തുള്ള ഈ ഷെല്ല്. അതിൽ നോക്കൂ, ഈ എക്സ്റ്റേണൽ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ഇന്റേണൽ റേഡിയസ് ഒറിജിനലി ഉണ്ടായിരുന്ന സ്മോൾ ആർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഷെല്ലുണ്ടല്ലോ, ഈ ഷെല്ല്, ആ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അത് നമ്മൾ ആ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. ഷെല്ലിൻ്റെ വോളിയം പറഞ്ഞു കഴിഞ്ഞാൽ 4/3 പൈ എക്സ്റ്റേണൽ റേഡിയസ് ക്യൂബ് മൈനസ് ഇന്റേണൽ റേഡിയസ് ക്യൂബ്. അതാണ് ആ ഷെല്ലിൻ്റെ വോളിയം. അത് എയുടെ വോളിയത്തിൻ്റെ 7/8 ആണ്. 4/3 പൈ രണ്ട് സൈഡിലുണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. ഈ 4/3 പൈ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ 4/3 പൈ ഉണ്ട്, അത് കളയാം. അതുപോലെ ഇവിടെ 4/3 പൈ ഉണ്ട്, അത് കളയാം. ഓക്കെ, ബാക്കി ഇതേ ഇങ്ങനെ വരും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താ വരിക? അവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ആർ ക്യൂബ്, ഓക്കെ, ക്യാപിറ്റൽ ആർ ക്യൂബ് ഈക്വൽ ടു 15/8 സ്മോൾ ആർ ക്യൂബ് എന്ന് വരും. അതായത് ബിയുടെ മേലെ നമ്മൾ ആ ഷെല്ല് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ റേഡിയസ് ക്യാപിറ്റൽ ആർ പറഞ്ഞാൽ ബിയുടെ ഒറിജിനൽ റേഡിയസ് സ്മോൾ ആർ ആയിട്ടുള്ള റിലേഷനാണിത്. ഓക്കെ, ഇനി എസ്കേപ്പ് സ്പീഡ് ഫ്രം ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ് ഓർ സ്റ്റാർ എന്തോ ആവട്ടെ, അത് ഇതാണ് V ഈക്വൽ ടു അണ്ടർ റൂട്ട് 2 യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് മാസ് ഓഫ് ദി സ്റ്റാർ ഡിവൈഡ് ബൈ ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ VB/VA പറഞ്ഞാൽ റൂട്ട് ഓഫ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ MB/MA റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, എല്ലാം റൂട്ടിനകത്താണ് കേട്ടോ. അപ്പോൾ RA/RB. ഓക്കെ, അതിൽ നമുക്ക് ഈ മാസ് ഓഫ് ബി എന്താ, ഇപ്പം 23/8m ആണ്, അത് ഇവിടെ ഉണ്ട്. ഓക്കെ, മാസ് ഓഫ് എ പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് പകുതിയായപ്പോൾ മാസ് m/8 ആയി. ഇനി നമുക്ക് RA പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റേഡിയസ് ഒറിജിനൽ റേഡിയസിൻ്റെ പകുതിയാണ്, സ്മോൾ r/2. RB പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ക്യാപിറ്റൽ ആർ ആണ്, അത് എത്ര വരും? 15/8 ഹോൾ ക്യൂബ് ഇൻറ്റു ആർ വരും. അതിൽ ഈ 8 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കിടക്കുന്ന 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഹോൾ റേസ് 1/3 എത്രയാണ്? 2 ആ. അപ്പോൾ ഇവിടെ ഒരു r/2 വരും, മേലെ r/2 കൊണ്ട് കട്ട് ചെയ്യാം. നോക്കൂ, ഇവിടെ m/8 ഉണ്ട്, ഇവിടെ m/8 ഉണ്ട്, അത് കട്ട് ചെയ്യാം. അപ്പോൾ 23 ഡിവൈഡ് ബൈ 15 റേസ് ടു 1/3 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ, 23 ഡിവൈഡ് ബൈ 15 റേസ് ടു 1/3 ആ. ആ 23 ആണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ n എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2.3 എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 2.3. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ദ മിനിമം കൈനറ്റിക് എനർജി നീഡഡ് ബൈ എൻ ആൽഫ പാർട്ടിക്കിൾ ടു കോസ് ദി ന്യൂക്ലിയർ റിയാക്ഷൻ. നൈട്രജൻ 16 ഉണ്ട്, ഹീലിയം ഉണ്ട്. ഓക്കെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓക്സിജനും പിന്നെന്താ ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസും.
Okay, in a laboratory frame is n mega electron volt. Okay, അതിൽ nitrogen 16 is at rest in the laboratory frame. പിന്നെ mass of nitrogen 16, helium, പിന്നെ എന്താ പറയുക hydrogen nucleus and oxygen can be taken to be the masses ഈ AMUയിൽ തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ വിശേഷം എന്നറിയോ? നമ്മൾ ആദ്യം ഉള്ളത് നൈട്രജനും ഹീലിയമാണ്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഓക്സിജനും ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസും ആവും. ഓക്കെ, ഈ മൊമെൻറ്റം എല്ലാ പ്രോസസ്സിലും ലീനിയർ മൊമെൻറ്റം കൺസേർവ് ചെയ്യണമെന്നാണ്. അപ്പോൾ ആ ലീനിയർ മൊമെൻറ്റം ഇവിടെയും കൺസേർവ് ചെയ്യും. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിയുടെ കേസ് എന്താണെന്നറിയാമോ? നമുക്ക് K = p²/2m എന്നാ. മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രോസസ്സ് സെയിം ആണ്. അപ്പോൾ p²/2 എന്താ? p²/2 സെയിം ആണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു 1/m എന്ന് പറയാം. അപ്പോൾ നോക്കൂ, കൈനറ്റിക് എനർജി ആഫ്റ്റർ, കൈനറ്റിക് എനർജി ബിഫോർ പറഞ്ഞാൽ മാസ് ബിഫോർ ബൈ ആഫ്റ്റർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. മാസ് ബിഫോർ എന്ന് പറഞ്ഞാൽ ബിഫോർ ദ പ്രോസസ് ആൽഫ പാർട്ടിക്കിൾ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മാസ് സ്മോൾ എം. ആഫ്റ്റർ ദ പ്രോസസ് ഓക്സിജനും ഉണ്ട്, ഹൈഡ്രജൻ ന്യൂക്ലിയസും ഉണ്ട്. ഇവിടെ ഈ രണ്ട് ഓക്സിജനും ഹൈഡ്രജൻ ന്യൂക്ലിയസും, അതായത് പ്രോസസ്സിന് ശേഷമുള്ള രണ്ട് പാർട്ടിക്കിളും ഒരേ സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി മാക്സിമം ലോസ് ഓഫ് കൈനറ്റിക് എനർജി. മാക്സിമം നഷ്ടപ്പെട്ടു പറഞ്ഞാൽ അപ്പോൾ എന്താ? മിനിമം ഉണ്ടാവുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ് ഇൻ വിച്ച് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വിൽ ബി മിനിമം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? എന്താ ഇത് എന്താ കൈനറ്റിക് എനർജി ആഫ്റ്റർ ബൈ കൈനറ്റിക് എനർജി ബിഫോർ, മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയത് കാരണം മാസ് ബിഫോർ ബൈ മാസ് ആഫ്റ്റർ. ഓക്കെ, ബിഫോർ ദ പ്രോസസ്സ് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആണ്, അതിൻ്റെ മാസ് 4 AMU ആണ്. പിന്നെ ആഫ്റ്റർ എന്താ? ഓക്സിജൻ ഉണ്ട് 19, പിന്നെ ഉള്ളത് എന്താ? പിന്നെ ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഉണ്ട്. അത് രണ്ടും ഒരേ സ്പീഡിൽ മൂവ് ചെയ്യണം. അപ്പോഴാണ് ഈ ആൽഫ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ വിൽ ബി മിനിമം. ഓക്കെ, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 1/5 എന്ന് വരും. അതായത് K' = K/5. പ്രോസസ്സിന് ശേഷം ഒറിജിനൽ കൈനറ്റിക് എനർജിയുടെ 1/5 മാത്രമേ ബാക്കിയുള്ളൂ. 4/5 നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 4/5 ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ മാസ് ഡിഫക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ മാസ് മൈനസ് ഇനീഷ്യൽ എന്താ പാർട്ടിക്കിൾസിൻ്റെ മാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഫൈനലി മാസ് കൂടുതലാണ്. കാരണം ഈ പാർട്ടിക്കിളിനുണ്ടായിരുന്ന എനർജിയിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഇപ്പോൾ 20%, 1/5 മാത്രമേ ഉള്ളൂ. 4/5 എന്തായി? മാസ്സായിട്ട് കൺവേർട്ട് ചെയ്തു. മാസ് ഈസ് ഈക്വൽ ടു എനർജി എന്നാണ്. അപ്പോൾ ആ 4/5 ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, അതാണ് ഈ മാസ് ഡിഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. അത് എത്രയാണ്? 0.002 AMU ആണ്. ഓക്കെ, അതിന് × 930 പറയാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് K എന്താ വരിക? നോക്കൂ, ഇവിടെ 5 × 0.02 പറഞ്ഞു കഴിഞ്ഞാൽ 0.01 വരും. × 930 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 9.3 വരും. ഓക്കെ, /4. 9.3 /4 ചെയ്ത് കഴിഞ്ഞാൽ 2.325 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് C1 = 12 മൈക്രോഫാരഡ്, C2 C3 4 ആണ്, C4 C5 2 മൈക്രോഫാരഡാണ്. ചാർജ് ഓൺ ദ കപ്പാസിറ്റർ C3 ആണ്. അതായത് C3 പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഈ പോയിന്റും ഇടയ്ക്കാണ് C3 കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് പോയിന്റ് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ ആ വോൾട്ടേജ് ആണ് C3 അക്രോസുള്ള വോൾട്ടേജ് ഇൻറ്റു കപ്പാസിറ്റൻസ് വിൽ ഗിവ് യു ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ. ഇനി ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഒരു പോയിന്റിന് സ്ലൈഡ് ചെയ്യാം, പക്ഷെ ഒരു കമ്പോണൻറ്റിന് ജമ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിപ്പോൾ ഈ പോയിന്റ് A വിചാരിച്ചോളൂ, ആ A നമുക്കിത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവരാം. ഇത് ഡെഫിനറ്റ്ലി A ആണ്. കാരണം എന്താണെന്നോ, അതിനിടയ്ക്ക് സെല്ല്, കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ ഒന്നുമില്ല. അങ്ങനെ കമ്പോണൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാം. അതുപോലെ ഈ പോയിന്റ് ഇപ്പോൾ B വിചാരിച്ചോളൂ, ഇതിനെ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇതെന്താ? ഇവിടെ B ആണ്. ഇനി ഒരു സെല്ലിൻ്റെ ടെർമിനൽസിന് അക്രോസുള്ള വോൾട്ടേജ് ഫിക്സ്ഡാണ്. അപ്പോൾ ഇതിന് അക്രോസ് 2 വോൾട്ടാണ്, എയ്ക്കും ബിക്കും. അതേ എയും ബിയും ആണ് ഇവിടെ. അതിന് അക്രോസ് എത്രയാണ്? 2 വോൾട്ടാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 4 മൈക്രോഫാരഡ് × 2 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 മൈക്രോ കുളം എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. എ റോഡ് ഓഫ് ലെങ്ത് 2 cm മേക്സ് ആൻ ആംഗിൾ 2π/3.
അതിൽ 2π/3 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയാം? π/3 60 ഡിഗ്രിയാണ്, 2π/3 പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിളാണ് ഇപ്പോൾ ഒരു 120 തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആംഗിൾ ഇതെന്താ വരിക? അത് 60 ഡിഗ്രി എന്ന് വരും. 60 ഡിഗ്രി ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. പിന്നെ വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ തിൻ കോൺവെക്സ് ലെൻസ്, ദ ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 10 cm and is placed at a distance of 40/3 cm from the object as shown in figure. The height of the image is 30√3/13 and the angle made by it with respect to the principal axis is alpha radian. Okay, the value of alpha is π/n where n is. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം, നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാം. ഇവിടെ നമുക്ക് ഈ പോയിന്റ് ഇപ്പോൾ എന്താ O1 വിചാരിച്ചോളൂ. O1 അതായത് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് റൈറ്റ്, ഫസ്റ്റ് പോയിന്റ് ദിസ് ഈസ് 1 വിചാരിച്ചോളൂ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കത് ഈ പോയിന്റ് 2 വിചാരിച്ചോളൂ, 2 റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പോയിന്റ് ആ 1 ഉള്ള പോയിന്റിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാ? 40/3. അപ്പോൾ അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് ഒരു ലെൻസിന് 1/v മൈനസ് 1/u ഈക്വൽ 1/f ആ. അപ്പോൾ 1/v എന്താ? 1/f മൈനസ് 1/u അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 1/u വരും. അതായത് 1/v ഈക്വൽ ടു 1/f പ്ലസ് 1/u ഫോർ എ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ 1 എന്നുള്ള പോയിന്റ് എടുക്കുക. അതിൻ്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? അത് 40/3 ആണ്. അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് x1 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 1/v എന്ന് പറഞ്ഞാൽ 1/x1 ഈക്വൽ ടു 1/f പ്ലസ് 1/u ആ. 1/f എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് 10 cm ആണ്, കോൺവെക്സ് ആയത് കാരണം പോസിറ്റീവാണ്. അപ്പോൾ 1/10 എഴുതി. പ്ലസ് 1/u ആണ്. u എത്രയാ? u എന്ന് പറഞ്ഞാൽ 40/3 ആണ്. 1/u എന്ന് പറഞ്ഞാൽ 3/40, പക്ഷെ അത് നെഗറ്റീവാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അപ്പോൾ മൈനസ് 3/40. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 1/10 എന്ന് പറഞ്ഞാൽ അതിന് 4/40 എന്ന് പറയാം. മൈനസ് 3/40 പറഞ്ഞാൽ 1/40 എന്ന് വരും. അവിടുന്ന് നമുക്ക് x1 ഈക്വൽ ടു 40 cm എന്ന് വരും. ഓക്കെ, ഇനി ഈ ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ റോഡിൻ്റെ ലെങ്ത് 2 cm. അതിൽ ഈ ആംഗിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല എത്രയാ? 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ഡിസ്റ്റൻസ് എത്രയാ? 2 cos 60 എന്നാണ്. 2 cos 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 60 ഹാഫ്. 2 × ഹാഫ് എത്രയാ? 1 cm. അതായത് ലെൻസ് തൊട്ട് ഈ 1 എന്നുള്ള പോയിന്റ് വരെയുള്ളത് 40/3. ഓക്കെ, ആ 1-ൽ നിന്ന് 2 വരെയുള്ളത് എത്രയാ? 1 cm. അപ്പോൾ ആ 2 എന്നുള്ള പോയിന്റിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 40/3 പ്ലസ് 1 പറഞ്ഞാൽ 43/3 വരും ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/v മൈനസ് 1/u ഈക്വൾ ടു 1/f-ൽ നിന്ന് വീണ്ടും നമുക്ക് എന്ത് കിട്ടും? 1/v ഈക്വൾ ടു 1/f പ്ലസ് 1/u. 1/f എത്രയാ? ആ ഇമേജ് ഡിസ്റ്റൻസ് x2 എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പോൾ 1/x2 ഈക്വൾ ടു 1/f എത്രയാ? 1/10. കോൺവെക്സ് ആയത് കാരണം പോസിറ്റീവാ. പ്ലസ് 1/u. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയതെന്ന് അറിയോ? നമുക്ക് എന്താ പറയുക, u2 പറഞ്ഞാൽ 40/3 പ്ലസ് 1 43/3 ആണ് u ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അപ്പോൾ 1/u എന്താ? 3/43. അത് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് 3/43 വരും. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 430 എന്ന് വരും. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് 1/x2. അപ്പോൾ x2 പറഞ്ഞാൽ 430/13 വരും. ഒരു ലെൻസിലാണെങ്കിലും മിററിലാണെങ്കിലും റിയൽ ഒബ്ജക്റ്റ് ആൻഡ് റിയൽ ഇമേജിൻ്റെ കേസിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് കുറയുന്ന. അപ്പോൾ ഈ സെക്കൻഡ് പോയിന്റിന് ഒബ്ജക്ട് ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് x2 കുറവാകും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കൂ, ടാൻ ആൽഫ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി x1 മൈനസ് x2. അതായത് ഈ ഡിസ്റ്റൻസ് എന്താ? ഈ ഡിസ്റ്റൻസ് x1 മൈനസ് x2 വരും. പിന്നെ ഇത് അവർ നേരിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അവിടെ x1 മൈനസ് x2 കാണാൻ നോക്കാം. x1 മൈനസ് x2 പറഞ്ഞു കഴിഞ്ഞാൽ 90/13 വരും. റൈറ്റ്. ഇനി ടാൻ ആൽഫ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? ഓപ്പോസിറ്റ് സൈഡ് ഇതാ 30√3/13. 30√3/13. അഡ്ജസൻറ്റ് സൈഡ് എത്രയാ? 90/13 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 13/90. അപ്പോൾ 13/90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 13 കട്ടായി പോകും. പിന്നെ ഈ 30ഉം 90ഉം ഡിനോമിനേറ്ററിൽ 3 വരും. √3/3 പറഞ്ഞാൽ 1/√3. ടാൻ ആൽഫ 1/√3 ആണ്. അപ്പോൾ ആൽഫ എത്രയാ? 30 ഡിഗ്രിയാണ്. ആ 30 ഡിഗ്രിയെ നമ്മൾ റേഡിയനിൽ പറയുമ്പോൾ π/6 എന്ന് പറയാം. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്ന π/n റേഡിയൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 6 എന്ന് പറയാം. ഓക്കെ, ഇത് ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്നോ, നിങ്ങൾ സാവകാശം ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ്
ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു ഫോർമുലയെ നിങ്ങൾ എന്താ പറയുക നേരിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഒരിക്കലും വരില്ല. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് നിങ്ങൾ ആലോചിക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്നോ എല്ലാ ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്, മനസ്സിലായില്ലേ? കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അറ്റ് ടൈം t = 0 a disk of radius 1 meter starts to roll without slipping on a horizontal plane with an angular acceleration of alpha equal to 2/3 radians per second, radian second raised minus 2. അപ്പോൾ ഇതെന്താണോ ടൈം 0 ആകുമ്പോൾ പാർട്ടിക്കിൾ ഇത് എവിടെയാ ഇവിടെ ഗ്രൗണ്ടിൽ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് എന്താ പറഞ്ഞതെന്നറിയോ? ഇനി സി എ സ്മോൾ സ്റ്റോൺ ഈസ് സ്റ്റക്ക് ടു ദ ഡിസ്ക് അറ്റ് t = 0. It is at the contact point of the disk and the plane. It is at the contact point of the disk and the plane. Okay, right. Later at time t = √π seconds, the stone detaches itself and flies off tangentially from the disk. എത്ര സമയം കഴിഞ്ഞെന്നറിയോ? √π സെക്കൻഡ് സമയം കഴിഞ്ഞിട്ട് എന്താ ആൽഫ 2/3 ആണ്. അപ്പോൾ ഈ √π സമയം സെക്കൻഡ്സ് കൊണ്ട് ഇത് എത്ര ടേൺ ചെയ്യുന്നു നോക്കാം നമുക്ക്. s = ut + ½at². അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിലെ ഇക്വേഷൻ പറഞ്ഞാൽ തീറ്റ, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഈക്വൽസ് എന്താ നമുക്ക് എന്താ ω0t ut പകരം ω വിത്ത് സഫിക്സ് 0, അതാണ് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി. ω0t + ½ α_t². ഇവിടെ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ω0 0 ആണ്. അപ്പോൾ ω0t ഉണ്ടാവില്ല. അപ്പോൾ തീറ്റ = ½ α_t². നോക്കാം നമുക്ക്. അപ്പോൾ തീറ്റ = ½ ആൽഫ എത്ര 2/3π, ആൽഫ എത്ര 2/3, പിന്നെ t √π ആണ്, t² എത്രയാ π ആണ്. അപ്പോൾ നമുക്ക് π/3 എന്ന് കിട്ടും. π/3 പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ അവർ തന്ന √π സെക്കൻഡ്സിൽ ഇത് π/3 അങ്ങോട്ട് ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ ആ എന്താ പറയുക സ്റ്റോൺ അല്ലേ, ആ സ്റ്റോണിലേക്ക് നമ്മളൊരു റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ആ റേഡിയസ് വേർട്ടിക്കലുമായിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കും? 60 ഡിഗ്രി ഉണ്ടാക്കുന്ന. അപ്പോൾ ആ സ്റ്റോൺ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി അവിടെ ടാൻജൻഷ്യൽ ആയിട്ടാവും. ടാൻജൻഷ്യൽ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ടാൻജൻഷ്യൽ ആയിട്ടാവും. അപ്പോൾ നമുക്ക് നോക്കൂ, ഇതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വരിക. ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പറഞ്ഞാൽ ഹൊറിസോണ്ടലും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ്. ഹൊറിസോണ്ടലും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് തീറ്റ, ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദെയർ പെർപെൻഡിക്കുലേഴ്സ് ഈസ് ഓൾസോ തീറ്റ എന്നാണ്. രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ആ രണ്ട് ലൈൻസിൻ്റെ പെർപെൻഡിക്കുലേഴ്സിനിടയ്ക്കുള്ള ആംഗിളും തീറ്റയാവും. ഇവിടെ ഹൊറിസോണ്ടലും ടാൻജൻറ്റിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ വിചാരിക്കുക. അപ്പോൾ ഹൊറിസോണ്ടലിൻ്റെ പെർപെൻഡിക്കുലർ ആണ് വെർട്ടിക്കൽ, ടാൻജൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ആണ് റേഡിയസ്. അതെത്രയാ? അത് 60 ഡിഗ്രി π/3. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ π/3 ആണ് എന്നർത്ഥം. ഓക്കെ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ π/3 ആണ് എന്ന് മനസ്സിലാക്കാം നമുക്ക്. ഓക്കെ, ഇനി അവിടുത്തെ ലീനിയർ വെലോസിറ്റി v = ω/r എന്നാണ്. അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ α_t ആണ്. α_t റേഡിയസ് എത്രയാ? 1 മീറ്റർ ആണ്. അപ്പോൾ ω∝t പറഞ്ഞാൽ ആൽഫ 2/3, t എത്രയാ? √π. അപ്പോൾ v = ω/r പറഞ്ഞാൽ 2/3 √π എന്നാണ്. ഇനി ഈ ചോദ്യം എന്താണ്? ദ മാക്സിമം ഹൈറ്റ് ഇതാ, മാക്സിമം ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ് കാണണം. അത് നമ്മൾ എങ്ങനെ കാണാം? v² sin² θ/2g ആണ്. അതിൽ നോക്കൂ, ഇതാ v² sin² θ എത്രയാ? 60 ഡിഗ്രി /2g. അതിൽ v എത്രയാ? 2/3 √π ആണ്. അതിൻ്റെ സ്ക്വയർ എത്ര വരും? 4/9π. ഓക്കെ, പിന്നെ sin 60 എത്രയാ? √3/2. sin² 60 പറഞ്ഞാൽ √3/2ൻ്റെ സ്ക്വയർ, പ്രശ്നമില്ലല്ലോ. പിന്നെ 2g എന്ന് പറഞ്ഞാൽ 10. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല, എന്താ π/60 കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ π ഉണ്ട്. നോക്കൂ, ഇവിടെ √3യുടെ സ്ക്വയർ എത്രയാ? 3 ആ വരിക. ഓക്കെ, പിന്നെ /2ൻ്റെ സ്ക്വയർ 4ഉം ഈ 4 കൂടെ കട്ടാവും. പിന്നെ മേലെ 3 ഉണ്ട്, താഴെ 9 ഉണ്ട്, അപ്പോൾ താഴെ 3 വരും. ഓക്കെ, 3 × 2 എത്രയാ? 6 × 10 എത്രയാ? 60 വരും. π/60 പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി എന്താണെന്നറിയോ നമുക്ക് എന്താ ഇവിടെ എന്താ പറയുന്നത്? ഇതാ ഇവിടെ നോക്കൂ, മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ ഹൈറ്റാണ് നമ്മൾ കാണണ്ടേ, മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് നമുക്ക് നോക്കൂ, ഇത് എന്താ റേഡിയസാ 1 മീറ്റർ, അതേപോലെ ഇതും റേഡിയസാ 1 മീറ്റർ. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ നോക്കിയതേ, ഈ റൈറ്റ് ട്രയാങ്കിൾ, ആ റൈറ്റ് ട്രയാങ്കിൾ നോക്കുമ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസ് എന്താ? ദാറ്റ് ഈസ് 1 മീറ്റർ. ഓക്കെ, അതിൽ ഈ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഇത് 1 cos 60 എന്നാണ്. 1 cos 60 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? 1/2 എന്ന് വരും. 1/2 ഏതാ? 1/2 ഇതാ നോക്കൂ, ഇതാ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് 1/2. ഇത് ഈ ദൂരം 1/2.
ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഈ മൊത്തം ഡിസ്റ്റൻസ് 1 മീറ്ററാണ്. ഓക്കെ, അതിൽ നോക്കൂ, ദേ ഇവിടം വരെയുള്ളത് ½ മീറ്ററാണ്. അപ്പോൾ ബാക്കി ഇത് എത്രയാ, ഇത് ½ മീറ്റർ എന്ന് വരും. അതായത് ദേ ഇതാണ് ½ മീറ്റർ വരിക. അതാണ് ഞാൻ ഇവിടെ ഹാഫ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഹാഫ് പ്ലസ് നമ്മളുടെ ഈ പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റും. പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രയാണ്, π/60 എന്നാണ്. അപ്പോൾ മൊത്തം ഹൈറ്റ് ½ പ്ലസ് π/60. ഇവിടെ നോക്കൂ, ഹാഫ് പ്ലസ് എന്താ x/10 ആണ്. x/10, അപ്പോൾ എക്സിന് പകരം എന്താ π/6 എന്ന് വരും. അപ്പോൾ x ഈസ് ഈക്വൽ ടു π/6 എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ π/6. അതാണ് എക്സിൻ്റെ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് 1 kilogram and radius 1 meter rolls without slipping on a fixed inclined plane with an angle of inclination theta equal to 30 degree from the horizontal. Two forces of magnitude 1 Newton each parallel to the incline act on the sphere both at a distance r equal to 0.5 meter from the center of the sphere as shown in figure. Acceleration of the sphere down the plane is. പ്രശ്നമില്ല. അതിൽ ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണെന്നറിയോ, നമ്മൾ നോക്കൂ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് r/2 നോക്കൂ, ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ സെൻറ്ററിൽ നിന്ന് r/2 താഴെ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 ഫോഴ്സസ് ഓക്കെ ആക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടും സെൻറ്ററിൽ നിന്ന് 0.5 മീറ്റർ അകലെയാണ്. അപ്പോൾ ഇറ്റ് റോൾസ് ഡൗൺ വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഈ റോൾസ് ഡൗൺ വിത്തൗട്ട് സ്ലിപ്പിംഗ് പറഞ്ഞാൽ v = ωr ആണ്. ആൻഡ് ലീനിയർ ആക്സലേഷൻ a = α/r ആണ്. ആൽഫ പറഞ്ഞ ആംഗുലർ ആക്സലേഷൻ. ഇതാണ് പ്യൂർ റോളിങ്ങിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ബോഡിയുടെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. അതിനെ ഞാൻ 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഇത് mg cos θ, പിന്നുള്ളത് ഇത് mg sin θ. ഓക്കെ, mg cos θ ആൻഡ് mg sin θ. ഇനി ഞാൻ ഈ പോയിന്റ് വെച്ച് ടോർക്ക് കാണുകയാണ്. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വെച്ചിട്ട് ടോർക്ക് കാണുക. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വെച്ച് ടോർക്ക് കാണുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സ് ഒന്നും ടോർക്ക് ഉണ്ടാക്കില്ല. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് mg cos θ. ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ടോർക്ക്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ അപ്ലൈഡ് ഫോഴ്സസ് 2 ഉണ്ട്. അപ്ലൈഡ് ഫോഴ്സസ് 2 ഉണ്ട്. ഓക്കെ, അതിൽ എഫ് എന്താ 1 Newton ഈച്ച് അല്ലേ, ആ 2 ഫോഴ്സും 1 Newton ഈച്ച്. പിന്നെ ഉള്ളത് എന്താ mg sin θ ഉണ്ടാവും. mg sin θ ഇങ്ങനെ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കൂ, പിന്നെ ഈ പോയിന്റ് വെച്ചാണ് നമ്മൾ ടോർക്ക് കാണുന്നത്, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വെച്ച് കാണുകയാണെങ്കിൽ നോക്കൂ, mg cos θ ഇങ്ങനെ ഇങ്ങോട്ട്. അപ്പോൾ ആ mg cos θ ആക്ട് ചെയ്യുന്ന ലൈനിലേക്ക് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെത്രയാ, ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്ലോക്ക് വൈസ് ടോർക്കാണ്, ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റാണ്. അത് mg sin θ ഇൻറ്റു r എന്ന് വരും, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതാ mg sin θ ഇൻറ്റു r. ഓക്കെ, പിന്നെ നോക്കൂ, ഈ പോയിന്റ് വെച്ചിട്ട് നോക്കൂ, നമ്മൾ ടോർക്ക് കാണുമ്പോൾ സി ദിസ് ഫോഴ്സ് അഗെയിൻ വിൽ പ്രൊഡ്യൂസ് എ ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്ട്സ്. ഓക്കെ, അത് ഉണ്ടാക്കുന്നതും ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റാണ്. അതായത് ഈ പോയിന്റ് വെച്ച് ഇങ്ങനെയാണ് കറക്കാൻ നോക്കുക, അത് f ഇൻറ്റു r/2 അഗെയിൻ. പിന്നെ ഈ എഫ് ഉണ്ടല്ലോ, അതായത് ഇത് ഉണ്ടാക്കുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റ് ടോർക്കൊക്കെ പോസിറ്റീവ് എടുത്തപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നെഗറ്റീവ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താ -f ഇൻറ്റു അതിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കണം. അതിൽ നോക്കൂ, അത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് r/2, ഇത് r പ്ലസ് r/2 പറഞ്ഞാൽ 3r/2 വരും. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3r/2 ആണെന്നർത്ഥം. -f ഇൻറ്റു 3r/2. ഓക്കെ, മൊത്തം ടോർക്കായി. ദാറ്റ് ഈസ് ഈക്വൽ ടു I ആൽഫ എന്നാണ്. I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ എബൌട്ട് ദിസ് പോയിന്റ്സ്, എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ റിം ആൻഡ് പാസിംഗ് എന്താ പറയുക, അല്ലെങ്കിൽ നമുക്കൊരു ടാൻജന്റ് എന്ന് പറയാം. ടാൻജൻഷ്യൽ ആയിട്ടുള്ള പോയിന്റാണ്, ആ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ആക്സിസ് ആണ്. ഓക്കെ, അതെത്രയാ, അത് 2/5 mr² പ്ലസ് mr² പറഞ്ഞാൽ 7/5 mr² വരും. I then ആൽഫ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, നമുക്ക് മാസ് 1 കിലോഗ്രാം ആണ്, g10 ആണ്. പിന്നെ എന്താ സൈൻ തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ sin 30, അത് 1/2 ആണ്. റേഡിയസ് 1 ആണ്. അപ്പോൾ ഇവിടെ 1 × 10 × 1/2 × 1, അതായത് 5 എന്ന് വരും. പിന്നെ ഇവിടെ fr/2 മൈനസ് f3r/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -fr വരും. അതിൽ f1 ആണ്, r1 ആണ്. അപ്പോൾ ഇവിടെ 5 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും. ഓക്കെ, ഇവിടെ m1 ആണ്, r1 ആണ്. അപ്പോൾ 7/5 ആൽഫ വരും.
അപ്പോൾ 4 ഈക്വൽ ടു 7/5 ആൽഫ. അപ്പോൾ അവിടുന്ന് ആൽഫ ഈക്വൽ ടു 20/7 വരും. ഓക്കെ, ഇനി ലീനിയർ ആക്സലറേഷൻ എ പറഞ്ഞാൽ ആൽഫ 6, അതിൽ 6 1 ആണ്. അപ്പോൾ ആൽഫ 20/7 ആണെങ്കിൽ ആക്സലറേഷനും 20/7 തന്നെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ദിസ് ഈസ് 20/7 മീറ്റർ സെക്കൻഡ് റേസ് മൈനസ് 2 വരും. നെക്സ്റ്റ് നോക്കാം. കൺസിഡർ an LC circuit with inductance L equal to 0.1 Henry and capacitance C equal to 10 raised minus 3 farad kept on a plane. The area of the circuit is 1 meter square. It's placed in a constant magnetic field of strength B0, which is perpendicular to the plane of the circuit at time t equal to 0. The magnetic field strength starts increasing linearly as B equals B0 plus beta t, with the beta equal to 0.04 Tesla second raised minus 1. The maximum magnitude of the current in the circuit is. അതിൽ dB/dt പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dB/dt B0 കോൺസ്റ്റൻ്റ് ആ, ഡിഫറൻഷ്യൽ 0 വരും. ബീറ്റ ടിയുടെ ഡിഫറൻഷ്യൽ എന്താ? ബീറ്റ എന്ന് മാത്രം വരും. dB/dt ഈക്വൽ ടു ബീറ്റ. ഓക്കെ, ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് d∅/dt ഈക്വൽ ടു a ഇൻറ്റു dB/dt ആ, a ഇൻറ്റു dB/dt. Then it is equal to 4 into 10 raised to minus 2 ആണ്. എന്താ? അതായത് ബീറ്റ എന്നാണല്ലോ വരിക. പിന്നെ ഏരിയ എത്രയാണ്? ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ 1 ആണ്. അപ്പോൾ dB/dt പറഞ്ഞാൽ ബീറ്റ 0.04 നമുക്ക് 4 into 10 raised minus 2 എന്ന് എഴുതാം. അതാണ് വോൾട്ടേജ്. ഇനി എന്താണെന്നറിയാം, ഇവിടെ ഒരു LC സർക്യൂട്ടാ, ഈ രണ്ടും ആക്റ്റീവ് എലിമെന്റ്സാ. ദർ വോണ്ട് ബി എനി എനർജി ഡിസിപ്പേഷൻ. അപ്പോൾ ഈ എനർജി എന്താണെന്നറിയോ, നമ്മളൊരു ലോഡഡ് സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ എനർജി കൈനറ്റിക്കും പൊട്ടൻഷ്യലും ആയിട്ട് ഇങ്ങനെ ഷട്ടിൽ ചെയ്യും. അതേപോലെ ഇവിടെ കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും ആയിട്ട് ഇങ്ങനെ എന്താ ഫുൾ എനർജി ഇൻഡക്ടറിലേക്ക് മാറും. അത് അതിന് ശേഷം എന്താ ഫുൾ എനർജി കപ്പാസിറ്ററിലേക്ക് വരും. പിന്നെ വീണ്ടും ഇൻഡക്ടറിലേക്ക് മാറ്റും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹാഫ് CV², ഹാഫ് കപ്പാസിറ്റൻസ് 10⁻³ വോൾട്ടേജ് എത്രയാണ്? 4 into 10⁻²². അതാണ് മുഴുവൻ എനർജിയും കപ്പാസിറ്ററിലാവുമ്പോഴുള്ള അവസ്ഥ. ഇനി ആ മുഴുവനും ഇൻഡക്ടറിലേക്ക് പോകുമ്പോഴാണ് കറണ്ട് മാക്സിമം ആവുക. ഹാഫ് L എത്രയാണ്? 0.1 ഹെൻറി ഇൻറ്റു I². അവിടെ നിന്ന് I കണ്ടാൽ മതി. അതിൽ ഹാഫ് രണ്ട് സൈഡിലും ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് എന്ത് പറയാം, 10⁻² ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 10⁻⁴. ഓക്കെ, 10⁻⁻⁴ഉം 10⁻⁻3ഉം 10⁻⁻7 ഡിവൈഡഡ് ബൈ 0.1 പറഞ്ഞാൽ 10⁻�6. പിന്നെ 4² ഇൻറ്റു 10⁻�6, അതാണ് I². അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4 into 10⁻3 ഓർ ലെറ്റ് us say 4 മില്ലി ആംപിയർ. ഇവിടെ മില്ലി ആംപിയറിലാണ്, അപ്പോൾ നമ്മൾ 4 എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്, എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് ഫ്രം ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് വിത്ത് സ്പീഡ് v and projection angle theta. When the acceleration due to gravity is g, the range of the projectile is d. If at the highest point in its trajectory the projectile enters a different region where the effective acceleration due to gravity g dash equal to g by 0.81, then the new range is d dash equal to nd, where the value of n is. അതിൽ നോക്കൂ, ഈ മാക്സിമം ഹൈറ്റ് എത്തുന്നത് വരെ നോർമലാ. സാധാരണ മാക്സിമം ഹൈറ്റ് എത്തുമ്പോഴെന്താ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ പകുതിയാവും, റേഞ്ച് d ആ. അപ്പോൾ ഈ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ d/2 ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇതേ ഇവിടെ ഇങ്ങോട്ടുള്ള d/2 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണോ, ഈ അറ്റൈൻ ചെയ്ത ഹൈറ്റ് h ആണെന്ന് വിചാരിക്കുക. പിന്നെ അവിടെ നിന്ന് നോക്കൂ, ഇവിടെ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രമേ വെലോസിറ്റി ഉള്ളൂ ഹയസ്റ്റ് പോയിന്റിൽ. അപ്പോൾ വെർട്ടിക്കൽ ഡിറക്ഷനിൽ ഫ്രീ ഫോളാ. അപ്പോൾ ഈ ഹൈറ്റ് h ആണെങ്കിൽ ഇനി താഴേക്ക് വരാനെടുക്കുന്ന സമയം √2h/g ആ. ആൻഡ് ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? v cos θ. അപ്പോൾ ഇനി ഫർദർ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയാ? v cos θ ഇൻറ്റു √2h/g. എന്ത് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു d/2. അതായത് v cos θ ഇൻറ്റു √2h/g വിൽ ബി d/2. ഓക്കെ, ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ റേഞ്ച്. പക്ഷേ അടുത്ത ഹാഫിൽ എന്താ സംഭവിച്ചതെന്നറിയോ, ഈ g മാറിയിട്ട് എത്രയാ? g/0.81 ആയി, g/0.81. അപ്പോൾ നമ്മൾ ഈ ജിക്ക് പകരം g/0.81 എന്ന് പറഞ്ഞാൽ 0.81 ദേ മേലെ വരും ന്യൂമറേറ്ററിൽ. ആ 0.81 റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്താ വരിക? 0.9 എന്ന് വരും, 0.9. അതായത് ഇത് നമുക്ക് എത്ര കിട്ടുകയെന്നറിയോ? ദിസ് x ഡാഷ് വിൽ ബി 0.9 d/2 എന്ന് വരും. 0.9 d/2 ദാ. ഈ 0.9 d/2നെ
നമുക്ക് എന്താ പറയുക സി ഇവിടെ 9/20 എന്ന് എഴുതാം. 9/20. ഓക്കെ, 9/20d. ഇവിടെ എത്രയാ? ഇവിടെ 10/20d. അപ്പോൾ 10/20d പ്ലസ് 9/20d പറഞ്ഞു കഴിഞ്ഞാൽ 19/20d പറയാം. 19/20d. ഓക്കെ, ഇനി ഇപ്പം അവരെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡി ഡാഷ് ഈക്വൽ ടു എൻ ഡി എന്നാണ്. അപ്പോൾ ആ എൻ എത്രയാ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19/20. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A medium having dielectric constant K greater than 1 fills the space between the plates of a parallel plate capacitor. The plates have large area and the distance between them is small d. The capacitor is connected to a battery of voltage V as shown in figure. Now both the plates are moved by a distance d/2 off from their original positions as shown. അതിൽ നോക്കൂ, ഇതാണ് സിറ്റുവേഷൻ. ഇവിടെ ഈ ഡൈഇലക്ട്രിക് സ്ലാബ് രണ്ട് പ്ലേറ്റിനും ഇടയ്ക്ക് വരുന്നതിന് മുമ്പ്, അതായത് ഇഫ് ദർ ഈസ് എയർ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, കപ്പാസിറ്റൻസ് C0 വിചാരിച്ചു. ഇത് നമ്മൾ ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വിൽ ബിക്കം K ടൈംസ്, അതായത് കപ്പാസിറ്റൻസ് KC0. ഓക്കെ, അതിന് ക്രോസ് നമ്മൾ V വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താ? V/d. പ്രശ്നമില്ല. ഓക്കെ, ഇനി എന്താണെന്നറിയോ, നമ്മൾ ഈ രണ്ട് പ്ലേറ്റും, ഈ പ്ലേറ്റ് അങ്ങോട്ട് d/2 മൂവ് ചെയ്തു, ഈ പ്ലേറ്റ് ഇങ്ങോട്ട് d/2 മൂവ് ചെയ്തു. അപ്പോൾ ഇഫ് ദർ ഈസ് നോ ഡൈഇലക്ട്രിക്, സെപ്പറേഷൻ ഡബിൾ ആയി, അപ്പോൾ കപ്പാസിറ്റൻസ് ഹാഫ് ആവും. അതായത് ഈ ഡൈഇലക്ട്രിക് ഇല്ലെങ്കിൽ, അതായത് എയർ ആണ് ഫുള്ളെങ്കിൽ കപ്പാസിറ്റൻസ് C0/2 ആവും. ഇപ്പം എന്താ അവസ്ഥ എന്നറിയോ? ഹാഫ് ഓഫ് ദ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K, പിന്നെ റിമൈനിങ് ഹാഫ് എയർ ആണ്. സാധാരണ നമ്മൾ ഇങ്ങനെ K1ഉം K2ഉം വെച്ച് ഫില്ല് ചെയ്താൽ എന്താ? എയർ കപ്പാസിറ്റൻസ് ഇൻറ്റു 2K1K2/K1 + K2 ആ. ഇവിടെ K2ന് പകരം 1 ആണെന്നേ ഉള്ളൂ. ഓക്കെ, എയർ കപ്പാസിറ്റൻസ് C0/2 ആണ്. ദാ ഇവിടെ നോക്കൂ, C ഡാഷ് ഈക്വൽ ടു C0/2. പിന്നെ എന്താ? 2K1K2, 2K × 1 / K + 1. ദാ 2K × 1 / K + 1. അതിൽ ഈ 2 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയുക? KC0/K + 1. അതിൽ നോക്കൂ, KC0 പറഞ്ഞാൽ ഒറിജിനൽ കപ്പാസിറ്റൻസ് C ആ. അപ്പോൾ C/K + 1 എന്ന് പറയാം. അതായത് കപ്പാസിറ്റൻസ് വിൽ ഡിക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് K + 1. അതായത് കപ്പാസിറ്റൻസ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് K + 1. അതായത് ഈ സാധനം കറക്റ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഇനി എന്താണ്. ഇവിടെ ഇപ്പോൾ ഉള്ള വോൾട്ടേജ് ഉണ്ടല്ലോ, ആ വോൾട്ടേജ് ഇവിടെ നമുക്ക് ഒരു എയർ കപ്പാസിറ്ററും ഒരു ഡൈഇലക്ട്രിക് കപ്പാസിറ്ററും സീരീസിലാണ് എന്ന് വിചാരിക്കാം. എയർ കപ്പാസിറ്റർ C0 ആണെങ്കിൽ മറ്റത് KC0 ആണ്. രണ്ടും സീരീസിലാണ്, രണ്ടിലും ഒരേ ചാർജ് ഉണ്ടാവുക. അപ്പോൾ വോൾട്ടേജ് V = Q/C, അതായത് കപ്പാസിറ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എയർ കപ്പാസിറ്റൻസ് ഡൈഇലക്ട്രിക് കപ്പാസിറ്റൻസിൻ്റെ റേഷ്യോ എന്താണ്? 1:K ആണ് കപ്പാസിറ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ വോൾട്ടേജിൻ്റെ റേഷ്യോ എന്താവും? K:1 ആവും. K:1. അതായത് ആ ഡൈഇലക്ട്രിക്കിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആകെയുള്ള വോൾട്ടേജ് Vയെ K + 1 ഈക്വൽ പാർട്ട് ആക്കിയതിൽ ഒരു പാർട്ടാണ് എവിടെ ഉണ്ടാവുക? ഡൈഇലക്ട്രിക്കിൽ ഉണ്ടാവുക. അതായത് ഡൈഇലക്ട്രിക്കിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V/K + 1. അതിനെ D കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതായത് V/K + 1 × D. അതിൽ ആ V/D പറഞ്ഞ ഒറിജിനൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് / K + 1. അപ്പോൾ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക് വിൽ ഡിക്രീസ് ബൈ എ ഫാക്ടർ K + 1 അഗെയിൻ. അപ്പോൾ നോക്കൂ, ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ 2K. തെറ്റ്. K + 1 അവിടെ വരേണ്ടത്. ആയിക്കോട്ടെ. ഇനി അടുത്തത്, ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് K + 1. അതിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കണക്ട് ചെയ്ത അതേ സെല്ലാണ് ഇവിടെ. ആ സെല്ലിൻ്റെ ടെർമിനൽസിന് അക്രോസിലെ വോൾട്ടേജ് മാറില്ല. അപ്പോൾ നേരത്തെ V ആണെങ്കിൽ ഇപ്പോഴും V തന്നെയാണ്, അതിൽ വ്യത്യാസമല്ല കേട്ടോ. വോൾട്ടേജ് മാറിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് വർക്ക് ഡൺ ഇൻ ദ പ്രോസസ്. വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് വിൽ ബി ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. അതിൽ നേരത്തെയും ഇപ്പോഴും വോൾട്ടേജ് സെയിമാണ്. ഓക്കെ, അപ്പോൾ ½ C1V², ½ C2V². ആ ഡിഫറൻസാണ് കാണണ്ടേ. അതിൽ വോൾട്ടേജ് സെയിം ആണ്. C1ഉം C2 എന്താ? അതിൽ C1 ആദ്യത്തെ കപ്പാസിറ്റൻസ് KC0 ആണ്. രണ്ടാമത്തെ കപ്പാസിറ്റൻസ് എന്താ? നമുക്ക് ആദ്യത്തെ കപ്പാസിറ്റൻസ് / K + 1 ആണ്. എനിവേ കപ്പാസിറ്റൻസ് വിൽ ഡിപ്പെൻഡ് ഓൺ K. ഓക്കെ, അപ്പോൾ എന്താ? വർക്ക് ഡൺ ഓൾസോ വിൽ ഡിപ്പെൻഡ് ഓൺ K. ഇവിടെ എന്താ പറയേണ്ടതെന്ന് അറിയോ? ½ CV² ഇനീഷ്യൽ, ½ CV² ഫൈനൽ, അതിൻ്റെ ഡിഫറൻസാണ്.
അതിൽ ആ കപ്പാസിറ്റൻസ് കെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് വർക്ക് ഡൺ ചേഞ്ച് ഇൻ എനർജി ഓൾസോ വിൽ ഡിപ്പെൻഡ് ഓൺ കെ. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ഡൈഇലക്ട്രിക് എന്ന. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ കറക്റ്റ് ഉള്ളൂ, അത് ബി മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The figure shows a circuit having 8 resistances of 1 ohm each. എല്ലാം 1 ohm കേട്ടോ. ലേബൽ R1 to R8 and 2 ഐഡിയൽ ബാറ്ററീസ്. പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ്. വിത്ത് വോൾട്ടേജസ് E1 ഈക്വൽ ടു 12 വോൾട്ട് ആൻഡ് E2 ഈക്വൽ ടു 6 വോൾട്ട് അങ്ങനെ പറയാം കേട്ടോ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ഇത് ആ ബ്രാഞ്ചിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് സിമെട്രിക്കലാണ്, മേലെയും താഴെയും ഒരുപോലെയാണ് എന്ന് വിചാരിക്കാം, ഒരുപോലെ. അപ്പോൾ ഈ പോയിന്റ് എ നമുക്കിതാ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ ഹാഫിൽ വെച്ച് അങ്ങ് ഫ്ലിപ്പ് ചെയ്യുക, മടക്കിയിട്ട് ഈ എ നോക്കൂ ഇങ്ങോട്ട് കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് രണ്ടും കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്യാന്നർത്ഥം. ഈ ജോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ നടുക്ക് വെച്ച് അങ്ങ് മടക്കിയിട്ട് അങ്ങോട്ട് ചേർക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ അപ്പോൾ ഈ റെസിസ്റ്റൻസും പാരലലായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ പോയിന്റും കൂടെ ഞാൻ ഒന്നാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇവിടെ എനിക്ക് എ എന്ന് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനിയിപ്പോ അതേപോലെ തന്നെ ഈ റെസിസ്റ്റർ ഉണ്ടല്ലോ, ഇതും അതുപോലെ തന്നെ ഇതും എന്താവും? പാരലലാവും. ഓക്കെ, അതുപോലെ ഇതും എന്താവും? പാരലലാവും. റൈറ്റ്, നോക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താന്നോ, അപ്പോൾ അതിന് നമ്മൾ ഒന്നുകിൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 റെസിസ്റ്റർ ഉണ്ടല്ലോ, ഇതങ്ങ് കളഞ്ഞിട്ട് ഈ സാധനവും പാരലാവുമ്പോൾ ഇത് 1 ohm ഇത് 1 ohm ആകുമ്പോൾ ഇത് ആക്ച്വലി ഇത് 0.5 ohm എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. അതുപോലെ നോക്കൂ, അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ 1 ohmഉം ഈ 1 ohmഉം ചേർന്നിട്ട് നോക്കൂ, ഇത് 0.5 ohm എന്ന് വിചാരിച്ചാൽ മതി. മേലത്തെ ഈ പാർട്ട് വേണ്ട. ഓക്കെ, താഴത്ത് മാത്രം എടുക്കുക. ഇത് 0.5 ഇതും 0.5 വരും. റൈറ്റ്. ഓക്കെ, ഇപ്പൊ എന്താണെന്നറിയോ? ആക്ച്വലി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മേലത്തേന് നമ്മൾ താഴത്തേക്ക് ചേർത്തെടുത്തു. അപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണെന്നറിയോ? ഇത് 0.5 ആണ്, കാരണം ഇതും പാരലലാ. ഓക്കെ, അതേപോലെ ഇത് 0.5 ആണ്, കാരണം ഈ റെസിസ്റ്ററും പാരലലാണ്. ഓക്കെ, ഇനി ഇത് 0.5 ആണ്, കാരണം ഇതും പാരലലാണ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. റൈറ്റ്. ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് ഇതൊരു 0.5 ഉണ്ട്, ഇതൊരു 1 ഉണ്ട്. അപ്പൊ എത്രയാ? 1ഉം 0.5ഉം സീരീസ് 1.5. അത് ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് വിചാരിക്കാം. അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല, പക്ഷേ പുറത്തുള്ള 1ഉം 0.5ഉം സീരീസ് ആണ്, 1.5 ഇന്റേണൽ ആയിട്ട് വിചാരിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ഇതൊരു 0.5 ആണ്, ഇതൊരു 1 ആണ്. ഓക്കെ, അത് നോക്കൂ, സെല്ലാണ് ഇടയ്ക്ക് വരുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇവിടെ നോക്കൂ, ഇവിടെ റെസിസ്റ്റർ പിന്നെ സെല്ല്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എന്താ നോക്കൂ, റെസിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് സെല്ല്, അത് കഴിഞ്ഞ് റെസിസ്റ്റർ. അപ്പൊ ഈ റെസിസ്റ്റർ ഇവിടെയാണെങ്കിലും സെല്ലിന് മുമ്പാണെങ്കിലും അതിൽ വ്യത്യാസമില്ല എന്നർത്ഥം. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ നമുക്ക് 1.5 ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഇത് എന്താ അവസ്ഥ വരിക എന്നറിയോ? നമുക്ക് നോക്കൂ, ഇവിടെ O എന്നുള്ള പോയിന്റ് ഉണ്ട്, ഇവിടെ A എന്നുള്ളതുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്നത് OA. ഓക്കെ, പിന്നെ ഇവിടെ നോക്കൂ, ഒരു 12 വോൾട്ട് ഉണ്ട്. ആ 12 വോൾട്ടും പിന്നെന്താ ഇവിടെ 1ഉം 0.5ഉം, അതാണ് 1 ohm and 0.5. ഓക്കെ, ഇവിടെ 1 ohm ഉണ്ട്, 6 വോൾട്ട് ഉണ്ട്, 0.5 ohm ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 1ഉം 0.5ഉം 1.5 ഇതിന്റെ ഇന്റേണൽ ആയിട്ട് വിചാരിക്കുക, ഇവിടെ 1.5 ഇതിന്റെ ഇന്റേണൽ ആയിട്ട് വിചാരിക്കുക. ഈ രണ്ട് സെല്ലും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് EMF എന്ന് പറഞ്ഞാൽ E1 R2 മൈനസ് E2 R1. എന്താ മൈനസ് കൊടുക്കാൻ കാര്യം? ഇതിന്റെ പോസിറ്റീവ് പോൾ മേലെയാണ്, ഇതിന്റെ പോസിറ്റീവ് പോൾ താഴെയാണ്. കണ്ടാ, പോസിറ്റീവ് പോൾ താഴെയാ. രണ്ടും മേലെയായിരുന്നെങ്കിൽ E1 R2 പ്ലസ് E2 R1 ആണ്. ഇവിടെ E1 R2 മൈനസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതിൽ ഈ R1ഉം R2ഉം സെയിമാ. അപ്പോൾ E1 R2 മൈനസ് E2 R1 എന്നുള്ളതിൽ R1 R2 സെയിം ആകുമ്പോൾ E1 മൈനസ് E2 എന്ന് എടുത്താൽ മതി. ഓക്കെ, അതിൽ E1 മൈനസ് E2 പറഞ്ഞാൽ 12 മൈനസ് 6. അത്രയാ? 12 മൈനസ് 6 ദാറ്റ് വിൽ ബി 6. പിന്നെന്താ, ഇൻറ്റു R1ഉം R2ഉം സെയിം 1.5 9 വരും. അടിയിൽ R1 പ്ലസ് R2 പറഞ്ഞാൽ 3 വരും. 9/3 പറഞ്ഞു കഴിഞ്ഞാൽ 3 വോൾട്ട് വരും. ഇഫക്റ്റീവ് വോൾട്ടേജ് എന്താ, ഇഫക്റ്റീവ് EMF 3 ആ.
ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് R1 R2 ബൈ R1 പ്ലസ് R2 പറഞ്ഞാൽ അത് എത്രയാ 1.5 ഇൻറ്റു 1.5 ബൈ 1.5 പ്ലസ് 1.5 പറഞ്ഞാൽ 0.75. അതായത് ഇത് ഇങ്ങനെ വരും 3 വോൾട്ടും 0.75ഉം ഈ രണ്ട് സെല്ലിൻ്റെയും പാരലൽ കോമ്പിനേഷൻ അങ്ങനെ എഴുതാം. പിന്നെ ഈ 0.5 ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ ഇതാ ഇവിടെ വരും. ഓക്കെ, ഇനി മൊത്തം ഈ സെല്ലിൽ നിന്ന് നമുക്ക് ഇവിടെ നോക്കൂ കേട്ടോ, ആകെ ഉള്ളത് 3 വോൾട്ടാണ്. ആ 3 വോൾട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ 0.5ലേക്കും 0.75ലേക്കും ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഈ 0.5ഉം 0.75ഉം തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അപ്പൊ ആകെയുള്ള 3 വോൾട്ടിനെ 2:3 5 പാർട്ടാക്കുക. അതിൽ 2 പാർട്ടാണ് വരിക. അപ്പൊ ആ 3 വോൾട്ടിന് 5 പാർട്ടാക്കുമ്പോൾ 3/5 ആണ് ഓരോ പാർട്ടും. 3/5 പറഞ്ഞാൽ 6/10 ഓരോ പാർട്ടും 0.6. അതിന് ഇവിടെ എത്ര വരും? 2 പാർട്ട് വരും. അതായത് 0.6 × 2 പറഞ്ഞാൽ 1.2 വരും. 1.2 വോൾട്ട് എവിടെ? ഓയ്ക്കും എക്കും ഇടയ്ക്ക്, ബിറ്റ്വീൻ O ആൻഡ് A 1.2 വോൾട്ട്. ദാ ഇവിടെ ബിറ്റ്വീൻ O ആൻഡ് A 1.2 വോൾട്ട്. സമ്മതിച്ചല്ലോ, 1.2 വോൾട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ബിറ്റ്വീൻ O ആൻഡ് A 1.2 വോൾട്ട്. ഇത് 1 ohm ആണ്. അപ്പോൾ 1 ohm 1.2 വോൾട്ട്. അപ്പോൾ കറണ്ട് എത്രയാവും? 1.2 ആംപിയർ ആവും. ഓക്കെ, 1.2 ആംപിയർ. അതിൽ നോക്കൂ, ഇതാണ് കൂടിയ EMF. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് പോള് ഇവിടെ ഓയിലേക്ക് കണക്ട് ചെയ്യുന്നത്. O വിൽ ബി അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ കമ്പയർ ടു A. അതായത് എയുടേക്കാൾ 1.2 വോൾട്ട് കൂടുതലാണ് ഓയിൽ. അപ്പോൾ ഇത് നോക്കൂ, 1.2 വോൾട്ട് ഇവിടെ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഇങ്ങനെ വരും. ഇതും A ആണ്. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട് 1.2 പോവും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഇവിടെ നോക്കൂ കേട്ടോ, അതായത് ഇത് A ആണ്, അതേപോലെ തന്നെ ഇത് O ആണ്. എയിൽ നിന്ന് ഓയിലേക്ക് പോകുമ്പോൾ 1.2 വോൾട്ട് കൂടണം. മനസ്സിലാവുണ്ടോ? അതായത് ഈ റെസിസ്റ്റർ, ഈ സെല്ല്, ഈ റെസിസ്റ്റർ, ഈ 3 എണ്ണത്തിലേയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.2 വോൾട്ട് കൂടണം. നമ്മൾ നോക്കൂ, ഈ എയിൽ നിന്ന് ഓയിലോട്ട് പോകുമ്പോൾ ഇവിടെ നോക്കൂ, ഒരു 6 കുറയുന്നുണ്ട്. നെറ്റ് ഇഫക്റ്റ് 1.2 കൂടണം. ഇവിടെ 6 കുറയുന്നുണ്ടെങ്കിൽ ഈ 2 റെസിസ്റ്ററിലും കൂടെ ആയിട്ട് 7.2 കൂടണം. 7.2 കൂടി 6 കുറഞ്ഞു പറഞ്ഞാൽ നെറ്റ് എന്തായി? 1.2 ആവും. അപ്പോൾ ഇവിടെ 0.5ഉം 1ഉം അതിൽ രണ്ടിലും ഒരേ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് വോൾട്ടേജ് മൊത്തം ഈ 2 റെസിസ്റ്ററിലും കൂടെ വരേണ്ടത് 7.2 ആണ്. അത് നോക്കൂ, റെസിസ്റ്റൻസിന്റെ റേഷ്യോ 1:2 ആണ്. ഓക്കെ, അപ്പോൾ ആ 7.2 ഇപ്പോൾ 72നെ 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഈക്വൽ പാർട്ട് ആക്കുക. 3 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ 24 വരും ഓരോ പാർട്ടും. അത് 1:2 എന്ന് പറഞ്ഞാൽ 24ഉം 48ഉം. അപ്പോൾ 7.2 എന്ത് വരും? 2.4ഉം 4.8 വരും. അതായത് ഇത് 2.4, ഇത് 4.8. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് A മുതൽ P വരെ 2.4 ആണ്. നോക്കാം, A മുതൽ P വരെ A മുതൽ P വരെ A മുതൽ P വരെ A മുതൽ P വരെ 2.4 വോൾട്ട്. ഇത് 1 ohm റെസിസ്റ്റർ ആണ്. അപ്പോൾ 2.4 വോൾട്ടേജ് വരണമെങ്കിൽ എന്ത് വരണം? 2.4 ആംപിയർ കറണ്ട് വേണം A മുതൽ P വരെ. ഓക്കെ, പിന്നെ നമുക്ക് നമ്മൾ ആ സെല്ലിൻ്റെ നെഗറ്റീവ് പോള് തൊട്ട് O വരെയുള്ളത് അവിടെ എത്രയാ? 4.8. അതായത് സെല്ലിൻ്റെ നെഗറ്റീവ് പോള് തൊട്ട് O വരെയുള്ളത് 4.8. ഇത് 1 ohm ആണെങ്കിൽ അതുവഴി എത്ര വേണം? 4.8 ആംപിയർ പാസ് ചെയ്യണം. അപ്പോൾ ഇത് 4.8 കിട്ടി, ഇത് 2.4 കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇവിടെ നമുക്ക് ഈ എയിൽ നിന്ന് ഓയിലോട്ട് പോകുമ്പോൾ 1.2 വോൾട്ട് കൂടണം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഇതുവഴി നമ്മൾ പോകുമ്പോഴേ ഇതുവഴി പോകുമ്പോൾ 12 വോൾട്ട് കൂടുന്നുണ്ട്. നെറ്റ് എത്രയേ പാടുള്ളൂ? 1.2 പാടുള്ളൂ. അപ്പോൾ 10.8 കുറയണം. ഓക്കെ, 10.8 കുറയണം. അതായത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ 10.8 കുറഞ്ഞു, പിന്നെ 12 കൂടി. ഓക്കെ, അപ്പോൾ 1.8 നെറ്റ് കൂടി. ഓക്കെ, അപ്പോൾ ഈ 2 റെസിസ്റ്ററിലും കൂടെ ആയിട്ട് 10.8 വേണം. നോക്കൂ, റെസിസ്റ്റേഴ്സിന്റെ റേഷ്യോ 0.5:1 പറഞ്ഞാൽ 1:2 ആണ്. അപ്പോൾ ആകെയുള്ള 10.8നെ 1:2 3 ഈക്വൽ പാർട്ട് ആക്കുക. 108നെ 3 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ ഓരോ പാർട്ട് 36 വരും. ഓക്കെ, അപ്പോൾ 36. അതിന് 1:2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴെന്താ? 36ഉം 72ഉം. ഇവിടെ 108 അല്ല, 10.8 ആണ്. അപ്പോൾ 3.6ഉം 7.2. ഇവിടെ 3.6 വരും. എവിടെ? A മുതൽ Q വരെ.
നോക്കൂ, ദാ എ മുതൽ ക്യൂ വരെ 3.6. 1 ഓം റെസിസ്റ്റൻസ്, അപ്പോൾ കറണ്ട് 3.6 ആവണം. ഇവിടെ നോക്കൂ, എ മുതൽ ക്യൂ വരെ 3.6, 1 ഓം റെസിസ്റ്ററാ, അപ്പോൾ 3.6 ആംപിയർ ആവണം. ഓക്കെ, പിന്നെ ക്യൂ തൊട്ട് നെഗറ്റീവ് പോൾ ഓഫ് ദ സെൽ, ക്യൂ തൊട്ട് നെഗറ്റീവ് പോൾ ഓഫ് ദ സെൽ 7.2 വോൾട്ട് ആവണം. അതിൽ 1 ഓം റെസിസ്റ്റർ, അപ്പോൾ 7.2 ആംപിയർ വരും. ഓക്കെ, ഇപ്പം എല്ലാ കറണ്ട് നമുക്ക് കിട്ടി. ഇനി നോക്കാം ഫസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ R1. R1 എവിടെയാ? R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അത് 7.2 ആംപിയർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 7.2 ആംപിയർ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്, റൈറ്റ്. ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ, ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ്, റൈറ്റ്. രണ്ടാമത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ത്രൂ R2. R2 എവിടെയാ? അത് 1.2 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ത്രൂ R3 4.8 ആണ്. R3 ഇതാണ്, അത് 4.8 ആണ്. ഓക്കെ, അതും റെഡി. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താണ്? ലാസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ത്രൂ R5. R5 എവിടെയാ? R5 2.4 ഇതാ, അത് അപ്പോൾ അതും കറക്റ്റാ. അപ്പോൾ എയും ബിയും സിയും ഡിയും കറക്റ്റാ അവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. An ideal gas of density 0.2 kilogram per meter cube enters a chimney of height h at the rate of alpha equal to 0.8 kilogram second raised to -1 from its lower end and escapes through the upper end as shown in figure. The cross-sectional area of the lower end is A1 equal to 0.1 meter square and upper end is 0.4 meter square. ഇവിടെ 0.1 ആണ്, ഇവിടെ 0.4 ആണ്. ഇവിടുത്തെ ഡെൻസിറ്റി 0.2 ആണ്, ഇവിടുത്തെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഗ്യാസ് എൻട്രി ചെയ്യുന്ന റേറ്റ് 0.8 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. പ്രഷർ അറ്റ് ദ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് അറ്റ് ദ ലോവർ 600 പാസ്കൽ ആൻഡ് 300 കെൽവിൻ. മേലെ എത്തുമ്പോൾ ടെമ്പറേച്ചർ 150 കെൽവിൻ ആണ്. പ്രഷർ അവർ തന്നിട്ടില്ല, കുഴപ്പമില്ല. ദ ചിമ്നി ഈസ് ഹീറ്റ് ഇൻസുലേറ്റഡ് ആൻഡ് സോ ദ ഗ്യാസ് അണ്ടർഗോസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ടേക്ക് G equal to 10 meter second raised -2, കുഴപ്പമില്ല. ആൻഡ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് ദി ഗ്യാസ് അവർ എന്താ പറയുക, കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഗാമ ഈക്വൽ ടു 2 എന്നാണ് തന്നിരിക്കണേ. നമ്മൾ പ്രയാസപ്പെടുത്തുന്നില്ല. ഇഗ്നോർ അറ്റ്മോസ്ഫറിക് പ്രഷർ, അതും ഓക്കെയാണ്. ഇവിടുന്ന് മേലോട്ട് ഗ്യാസ് പോകുമ്പോൾ ഇറ്റ് അണ്ടർഗോസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഈ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെ അല്ലെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ് ഇൻ ജനറൽ PV raised to gamma equal to constant, TV raised to gamma -1 equal to constant. ഇതൊക്കെ എന്താ പറയുക അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷനാണ്. ഫസ്റ്റ് പറഞ്ഞത് പ്രഷറും വോളിയം വെച്ചുള്ള, രണ്ടാമത് പറഞ്ഞത് ടെമ്പറേച്ചറും വോളിയം വെച്ചുള്ള. ഇത് രണ്ടും ഇവിടെ പറ്റില്ല, നമുക്ക് വേണ്ടത് പ്രഷറും ടെമ്പറേച്ചറും വെച്ചുള്ളതാണ്. അപ്പോൾ T raised to gamma by P raised to gamma -1 equal to constant എന്നാണ്. T raised to gamma by P raised to gamma -1 equal to constant. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, P raised to gamma -1 directly proportional to T raised to gamma. ഇവിടെ ഗാമ 2 ആയത് കാരണം ഇവിടെ നോക്കൂ, 2 - 1 എന്ന് പറഞ്ഞാൽ P raised to 1, അതായത് P വരും. directly proportional to T raised to gamma 2 ആണ്, അപ്പോൾ T square. അപ്പോൾ P directly proportional to T square എന്ന് വരും. അപ്പോൾ നമുക്ക് P2 equals T2 by T1 whole square into P1 പറയാം. അതിൽ T2 150 ആണ് മേലെ, ഇവിടെ 300 ആണ്. പിന്നെ P1 ഇവിടുത്തെ എത്രയാണ് 600 പാസ്കൽ ആണ്. അപ്പോൾ നമുക്ക് 150 പാസ്കൽ എന്ന് വരും മേലെ ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഗ്യാസ് എൻ്റർ ചെയ്യുന്നത് റേറ്റ് ആൽഫയാണ്, അത് dm/dt ആണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്താ, വോളിയം പെർ യൂണിറ്റ് ടൈം ഇൻറ്റു ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ടൈമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് V1 ഈക്വൽ ടു ആൽഫ ബൈ A1 ρ1 എന്ന് വരും. അതിൽ അപ്പോൾ ഈ താഴെ ഗ്യാസ് എൻ്റർ ചെയ്യുന്ന സ്പീഡാണത്. അതിൽ ആൽഫ എന്താ, ഈ മാസ് എൻ്ററിങ് ദ ചിമ്നി പെർ സെക്കൻഡ്, അത് എത്രയാണ് 0.8 കിലോഗ്രാം പെർ സെക്കൻഡ്. ഏരിയ 0.1 ആണ്, ഡെൻസിറ്റി 0.2, അതൊക്കെ തന്നിട്ടുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് PV ഈക്വൽ ടു nRT. അതിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ മാസ് ബൈ മോളാർ മാസ് RT. അതിൽ ആ വിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ സ്മോൾ m ഡിവൈഡ് ബൈ ക്യാപിറ്റൽ V പറഞ്ഞാൽ അത് ഡെൻസിറ്റിയാണ്. അപ്പോൾ എന്താ ഇവിടെ റോ RT ബൈ ക്യാപിറ്റൽ M എന്ന് വരും. P ഈക്വൽ ടു റോ RT ബൈ ക്യാപിറ്റൽ M. അതിൽ ആ റോ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ, നമുക്ക് എന്താ റോ അല്ലെങ്കിൽ റോ നമുക്ക് എന്ത് വരും, PM ഡിവൈഡ് ബൈ RT വരും. റോ ഈക്വൽ ടു PM ബൈ RT. ഇവിടുത്തെ ഡെൻസിറ്റി അവർ തന്നിട്ടുണ്ട്. ഇവിടുത്തെ മേലെത്തുമ്പോഴുള്ള ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ρ2 ബൈ ρ1 ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് മാറില്ല, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് മാറില്ല. അപ്പോൾ P2 ബൈ P1 ആൻഡ് T1 ബൈ T2 ബിക്കോസ് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. അതിൽ P2 പറഞ്ഞാൽ മേലെ എത്തുമ്പോൾ 150 പാസ്കൽ, താഴെ എത്രയാണ് 600 പാസ്കൽ. മേലെ ഉള്ള
ഇവിടെ T1 പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ടെമ്പറേച്ചറാണ്. താഴത്തെ ടെമ്പറേച്ചർ 300 ആണ്. T2 പറഞ്ഞു കഴിഞ്ഞാൽ 350 ആണ്. ഓക്കെ, T2 പറഞ്ഞാൽ മേലെ എക്സ്പാൻഡ് ചെയ്തു, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്, ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ? ഇവിടെ ദിസ് ഈസ് ഈ ഫസ്റ്റ് ഇത് 1/4 എന്ന് വരും, ഇത് 2. 1/4 × 2 എന്ന് പറഞ്ഞാൽ 1/2 വരും. അതായത് ρ2 = ρ1/2 എന്നാണ്. അതിൽ ρ1 എത്രയാ? 0.2 ആണ്. അത് എന്താ ആദ്യമേ അവർ തന്നിട്ടുണ്ട്, ρ1 0.2 എൻട്രി ചെയ്യുന്ന ഡെൻസിറ്റി. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ഡെൻസിറ്റി 0.1 kg/m³ വരും. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 = α/A2√2. ആൽഫ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഒരു സെക്കൻഡിൽ എത്ര എൻട്രി ചെയ്യുന്നോ അത് തന്നെയാണ് ഇവിടെ ഒരു സെക്കൻഡിൽ പുറത്തേക്ക് പോകുന്ന മാസും. അപ്പോൾ നമുക്ക് 0.8 / 0.4 × 0.1 അത് എത്ര വരും? 20 m/s വരും. 20 m/s. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എൻട്രി ചെയ്യുന്നത് 40-ലാണ്, ലീവ് ചെയ്യുന്നത് 20-ലാണ്. അത് ഇവിടെ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദി ഗ്യാസ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദ ചിമ്നി ഈസ് 40 ആൻഡ് അറ്റ് ദ അപ്പർ എൻഡ് ഇറ്റ് ഈസ് 20. അതായത് ഈ സാധനം കറക്റ്റാണ്, ബി. പിന്നെ പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് ദ അപ്പർ എൻഡ് ഓഫ് ദ ചിമ്നി. ഈ പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് ദ അപ്പർ എൻഡ് ഓഫ് ദ ചിമ്നി ഈസ് ആക്ച്വലി 150 പാസ്കൽ. അവർ തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ 300. അപ്പോൾ അത് കറക്റ്റ് അല്ല. ഓക്കെ, പിന്നെ ഈ ഡി ഉണ്ടല്ലോ, ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ് അറ്റ് ദ അപ്പർ എൻഡ് 0.05 എന്നാണ്, പക്ഷെ അത് ആക്ച്വലി 0.1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ഓപ്ഷനും എന്താ തെറ്റാണ്, ഫസ്റ്റ് ഓപ്ഷനും തെറ്റാണ്, സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് സിയുടെ കാര്യം മാത്രമാണ്. ഓക്കെ, അതിൽ ഇവിടെ നോക്കൂ, എന്താ പ്രഷർ P1 ആണ്. നമ്മൾ എന്താ V1 വോളിയം ഗ്യാസ് അങ്ങ് പുഷ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് വിൽ ബി P1 V1. ഇവിടെ P2 ആണ്, എന്താ V2 വോളിയമാണ് പുറത്തേക്ക് വരുന്നത് വിചാരിക്കുക. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് P2 V2. ഇവിടെ P1 V1 വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്, ഇവിടെ P2 V2 വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. അപ്പം നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്താ? വീണോട് കട്ട് ചെയ്യണേ. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എന്താ? ദാറ്റ് ഈസ് നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്, ദാറ്റ് ഈസ് P1 V1 - P2 V2. ഓക്കെ, ഇതെന്താ? ഇത് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ആസ് ഇറ്റ് മൂവ്സ് ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ്. ഇത് ഇൻക്രീസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി MgH. ഇത് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജിയാണ്. ഇതെങ്ങനെയാണ് വന്നതെന്ന് പറയാം. ഇന്റേണൽ എനർജി പറഞ്ഞാൽ NF/RT/2 എന്നാണ്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ F/2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ NRT ആണ് ഇന്റേണൽ എനർജി. അപ്പോൾ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഫൈനൽ NRT - ഇനീഷ്യൽ NRT. ഈ NRT = PV ആണ്. അപ്പോൾ ഫൈനൽ PV - ഇനീഷ്യൽ PV, അതാണ് P2 V2 - P1 V1. ഇതിനെ നമുക്ക് നോക്കൂ, ഒരു മൈനസ് നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ P1 V1 - P2 V2, അതായത് -F/2 P1 V1 - P2 V2 എന്ന് വരും. ആ -F/2 P1 V1 - P2 V2, അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തിരിച്ചു എന്നർത്ഥം. അത് ഇങ്ങോട്ട് വരുമ്പോഴെന്താവും? +F/2 P1 V1 - P2 V2. എഫ് എത്രയാ? എഫ് എന്ന് പറഞ്ഞാൽ F/2 പറഞ്ഞാൽ നമ്മൾ ഗാമ = 1 + 2/F എന്നാണ്. ഓക്കെ, 1 + 2/F. അപ്പോൾ 2/F എന്ന് പറഞ്ഞാൽ ഗാമ -1. ഗാമ ഇവിടെ 2 ആണ്. അപ്പോൾ 2/F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - 1 എത്രയാ? ദാറ്റ് ഈസ് 1. 2/F 1 ആണ്. അപ്പോൾ F/2 എന്താവും? 1 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ -P1 V1 - P2 V2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +P1 V1 - P2 V2 വരും. ഇവിടെ ഓൾറെഡി ഒരു P1 V1 - P2 V2 ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ 2P1 V1 - P2 V2 വരും. ഓക്കെ, പിന്നെ ഈ ടേം ഉണ്ടാവും, ഈ ടേം ഉണ്ടാവും. ത്രൂ ഔട്ട് നമ്മൾ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ M അങ്ങ് പോവും. ബാക്കി എന്ത് വരും? V2² - V1² / 2. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ M അങ്ങ് പോവും, അപ്പോൾ GH മാത്രം വരും. മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്താണോ? ഈ മാസ് ബൈ വോളിയം ഡെൻസിറ്റിയാണ്. അപ്പോൾ വോളിയം ബൈ മാസ് എന്താവും? 1 ഡെൻസിറ്റി ആവും. അതാണ് P1 / ρ1. പിന്നെ P2 / ρ2. 2 ഉണ്ടാവും, 2. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ആ ഹൈറ്റ് ആണ്. അതിൽ V2 പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ചെയ്യുന്ന സ്പീഡാണ്. V2 നമുക്കിവിടെ 20 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 20² പറഞ്ഞാൽ 400. V1 പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. 40² പറഞ്ഞാൽ 1600. അപ്പോൾ 400 - 1600 എത്രയാ? -1200/2 എന്ന് പറഞ്ഞാൽ -600. അതവിടെ നിൽക്കട്ടെ, -600. ഓക്കെ, ഇനി ഇവിടെ P1 പറഞ്ഞു കഴിഞ്ഞാൽ 300 ആണ്. ഡിവൈഡഡ് ബൈ എത്രയാ? ρ1 എത്രയാ? ρ1 ഈസ് ആക്ച്വലി ρ1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ആണ്. ഓക്കെ, പ്രഷർ എത്രയാ? പ്രഷർ 600 പാസ്കലാണ് കേട്ടോ. അപ്പോൾ 600/0.2 പറഞ്ഞാൽ 3000 വരും. 3000.
ഇവിടെ P2 പറഞ്ഞാൽ 150 ആണ്, ഡിവൈഡഡ് ബൈ 0.1 പറഞ്ഞാൽ 1500 വരും. അപ്പോൾ 3000 മൈനസ് 1500 എന്ന് പറഞ്ഞാൽ 1500 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 3000. ഓക്കെ, ഇവിടെ ഒരു -600 ഉണ്ട്, അത് ഇങ്ങോട്ട് വരുമ്പോൾ എത്രയാ +600, 3600 വരും. ഓക്കെ, 3600 പിന്നെ എന്താ G, ദാറ്റ് ഈസ് ഈക്വൽ ടു GH. അപ്പോൾ H എത്രയാ 3600/G, അതായത് 3600/10, 360 എന്ന് വരും. ഓക്കെ, 360. പക്ഷേ അവർ തന്നിരിക്കുന്നത് 590 എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷനും ശരിയല്ല. ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ, അത് ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 3 പ്ലെയിൻ മിറേഴ്സ് ഫോം ആൻ ഇക്വിലേറ്ററൽ triangle, each of side capital L. There is a small hole at a distance L greater than 0 from one of the corners as shown in figure. A ray of light is passed through the hole at an angle theta and can only come out through the same hole. Okay, the cross section of the mirror configuration and the ray of light lie in the same plane. Okay, അപ്പോൾ എന്തൊക്കെയാണ് ശരിയെന്നുള്ളത് നോക്കാം. A ray of light will come out for theta equal to 30 degree. Okay, for 0 less than L less than capital L. അതായത് ഇവിടെ എവിടെയെങ്കിലും അതിലിപ്പോൾ എന്താണെന്നറിയോ, ഈ മിറർ നിങ്ങൾ നോക്കൂ, ഈ മിററിൽ നിന്ന് 60 ഡിഗ്രി തിരിഞ്ഞ് അവിടെ എത്തി. ഇനി അവിടുന്ന് ഒരു 30 ഡിഗ്രിയുടെ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, 30 ഡിഗ്രിയുടെ തിരിഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയില്ലേ? മനസ്സിലായില്ല? അതേ ഇത് അവിടെ നോക്ക്, ഈ മിററുമായിട്ട് 30 ഡിഗ്രിയിലാണ് ഈ റേ. മനസ്സിലായില്ല? അപ്പോൾ ആ റേ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താ, അത് ഈ മിററിൽ 90 ഡിഗ്രിയിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്യും. 90 ഡിഗ്രിയിൽ പോയി ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത് എന്നാ. നോക്കൂ, ഈ മിററിൽ നിന്ന് നോക്കൂ, ഇത് തന്നെ 60 ഡിഗ്രിയാണ്, പിന്നെ അവിടുന്ന് 30 ഡിഗ്രിയും കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ മൊത്തത്തിൽ എന്താവും, 90 ഡിഗ്രി ആവും. അപ്പോൾ അവിടുന്ന് പാത്ത് റീട്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് അതേപോലെ തിരിച്ചു വരും. അതിൽ ദ റേ ഓഫ് ലൈറ്റ് വിൽ കം ഔട്ട് ഫോർ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ഫോർ 0, അതായത് 30 ഡിഗ്രിയിൽ കം ഔട്ട് ചെയ്യും ഡെഫിനറ്റ്ലി. ഓക്കെ, ഒറ്റ റിഫ്ലക്ഷന് ശേഷം തന്നെ വരും. അപ്പോൾ ഇത് കറക്റ്റാ, റൈറ്റ്. പിന്നെ അടുത്തത് ദർ ഈസ് ആൻ ആംഗിൾ ഫോർ L ഈക്വൽ ടു L/2, L ഈക്വൽ ടു L/2 അറ്റ് വിച്ച് എ റേ ഓഫ് ലൈറ്റ് വിൽ കം ഔട്ട് ആഫ്റ്റർ 2 റിഫ്ലക്ഷൻസ്. അതിപ്പോൾ ജസ്റ്റ് സെൻറ്ററിലാണ്, ഈ സെൻറ്ററിലാണ് ഇത് ഇങ്ങനെ പോവും, അവിടുന്ന് ഇത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു, പിന്നെ അവിടുന്ന് ഇത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു റിഫ്ലക്ഷൻ, ഇവിടെ ഒരു റിഫ്ലക്ഷൻ, 2 റിഫ്ലക്ഷൻ ശേഷം പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾസോ ട്രൂ, റൈറ്റ്, ദിസ് വൺ ട്രൂ. ഓക്കെ, ഇനി നമുക്കത് പറയാം, എ റേ ഓഫ് ലൈറ്റ് വിൽ നെവർ കം ഔട്ട് ഫോർ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി ആൻഡ് L ഈക്വൽ ടു L/3. അതായത് L/3 ഇത് എൻ്റർ ചെയ്തു, L/3 എൻ്റർ ചെയ്തു, എന്താ പറയുക, ഈ തീറ്റ ഈക്വൽ ടു ഇത് 60 ഡിഗ്രിയാണ്. അങ്ങനെ 60 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടുന്ന് ഒരു റിഫ്ലക്ഷൻ, രണ്ടാമത്തെ റിഫ്ലക്ഷൻ, ഇവിടെ മൂന്നാമത്തത്, ഇത് നാലാമത്തത്, ഇവിടെ അഞ്ചാമത്തെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. പുറത്തേക്ക് വരുന്നതിന് എന്താ തടസ്സമില്ല. ദ റേ ഓഫ് ലൈറ്റ് വിൽ നെവർ കം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ദിസ് മസ്റ്റ് ബി റോങ്. ഓക്കെ, നെക്സ്റ്റ് എ റേ ഓഫ് ലൈറ്റ് വിൽ കം ഔട്ട് ഫോർ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി ആൻഡ് 0 ലെസ് ദാൻ L ലെസ് ദാൻ L/2 ആഫ്റ്റർ 6 റിഫ്ലക്ഷൻസ്. അവിടെയാണ് കുഴപ്പം. ഈ 6 റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് നോക്കൂ, എത്ര റിഫ്ലക്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളതെന്ന്. ഇവിടെ ഉള്ളത് എത്ര റിഫ്ലക്ഷനാണ്? ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടുന്ന് നമുക്കിത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റിഫ്ലക്ഷൻ, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, അത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 5 റിഫ്ലക്ഷൻസ് എന്നാണ്, പക്ഷെ അവർ പറഞ്ഞത് 6 റിഫ്ലക്ഷൻസ് എന്നാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. ആ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. 6 ചാർജസ് ആർ പ്ലേസ്ഡ് അറൗണ്ട് എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് length A as shown in figure. 5 of them have charge Q and the remaining one has charge X. The perpendicular from each charge to the nearest hexagon side passes through the center of the hexagon and is bisected by the sides. Okay, അതിൽ which of the following statements are correct നോക്കാം നമുക്ക്. അതിൽ ഹെക്സഗൺ പറഞ്ഞു കഴിഞ്ഞാലേ നോക്കൂ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആവും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് 60 ഡിഗ്രിയാണ്, റൈറ്റ്. അപ്പോൾ അതിൽ ഈ പെർപെൻഡിക്കുലർ ഇത് വരുന്നുണ്ടല്ലോ, ഈ ആംഗിൾ 30 ഡിഗ്രി വരും, 30 ഡിഗ്രി. ഓക്കെ, ഓരോ സൈഡും എത്രയാണോ അത് തന്നെയാണ്. നോക്കൂ, ഈ ഇവിടുന്ന് നമ്മളൊരു വേർട്ടെക്സിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന തന്നെ. ഓക്കെ, അതിൽ ഈ ആംഗിൾ 30 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോ ദിസ് വിൽ ബി A cos 30 എന്നാണ്. A cos 30 പറഞ്ഞാൽ √3/2 വരും. ഓക്കെ,
ഇനി നമുക്ക് എന്ത് പറയാമെന്നോ, ഇത് എന്താ a√3/2 ആണെങ്കിൽ ഇതും അത് തന്നെ a√3/2 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ആ ചാർജിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം പറഞ്ഞാൽ a√3. ഓക്കെ, ഇനി നമുക്ക് ആ ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. അതിൽ x=q, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O ഈസ് 0. അതായത് ഇവിടെ നമ്മൾ q വെച്ചു. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ 6 ചാർജും സിമെട്രിക്കൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു q വെച്ച് കഴിഞ്ഞാൽ ഈ q സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡും ഈ q സെൻറ്ററിൽ നമ്മൾ ഈ വെച്ച q സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് കൂടെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ എന്താ, അത് രണ്ടും കൂടെ ക്യാൻസൽ ആവും. അതുപോലെ ഈ ക്യൂവും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ക്യാൻസൽ ആയി പോകും. ഓക്കെ, പിന്നെ അതേപോലെ ഈ ക്യൂവും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡും ക്യാൻസൽ ആയി പോകും. അതായത് ഈ എക്സിൽ നമ്മൾ വെക്കുന്ന ചാർജ് q ആണെങ്കിൽ റിസൾട്ടന്റ് ഫീൽഡ് അറ്റ് ദ സെന്റർ O ഈസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. ഓക്കെ, അടുത്ത when x=-q, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O ഈസ്, അതായത് ഇവിടെ -q നമ്മൾ വെച്ചാൽ എന്താ ഉണ്ടാവുക, അതിൽ ഈ ക്യൂവും നോക്കൂട്ടോ, ഈ ക്യൂ ഉള്ള ഫീൽഡ് നേരത്തെ പോലെ തന്നെ ക്യാൻസൽ ആവും. ഈ ക്യൂ ഉണ്ടാക്കുന്ന ഫീൽഡും ക്യാൻസൽ ആവും. പിന്നെന്താണെന്നറിയോ, ഈ +q ഉണ്ടാക്കുന്ന ഫീൽഡ് ദേ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഫീൽഡ് കണ്ടുപിടിക്കുക എങ്ങനെ, ഇവിടെ ഒരു 1 കുളം പോസിറ്റീവ് ചാർജ് വെച്ച് നോക്കുക, അതിനകത്ത് ഉണ്ടാവുന്ന ഫോഴ്സാ. ആ പോസിറ്റീവ് ചാർജിന് ഈ +q റിപ്പൽ ചെയ്യും, അതായത് ഇങ്ങോട്ട് ഇവിടെ വെച്ച -q ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, അതിങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ചാർജിനും ഒരേ മാഗ്നിറ്റ്യൂഡാണ്, രണ്ടും ഈ പോയിന്റ് ഓഫ് ഒബ്സർവേഷനിൽ നിന്ന് ഒരേ അകലത്തിലാണ്. അപ്പോൾ ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡിലാണ് ഈ ചാർജ് ഉണ്ടാക്കുക, ഡിറക്ഷനും സെയിമാ. അപ്പോൾ ആഡ് ചെയ്യും. ഇതുണ്ടാക്കുന്നത് നമുക്ക് എന്ത് പറയാം, 1/4πε0 q / a√3². ഇവിടെ ഒരു q ഉണ്ട്, അപ്പോൾ 2q, അപ്പോൾ 2q / a√3². അപ്പോൾ ഇവിടെ നമുക്ക് 3 × 4 എന്ന് പറഞ്ഞാൽ 12, മേലെ 2, അപ്പോൾ ഡിനോമിനേറ്ററിൽ 6 വരും. അതായത് q / 6πε0 a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കറക്റ്റാണ് കേട്ടോ. പിന്നെ അടുത്തത് x=2q. ഇവിടെ വെച്ച 2q ആണ്. ഓൾറെഡി ഇവിടെ 5q ഉണ്ട്. ആ 5qവും പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ആ സെൻറ്ററിൽ നിന്ന് ഒരേ അകലത്തിലാണ്. ഇനി നമ്മൾ വെക്കുന്ന ചാർജ് 2q ആണ്, അപ്പോൾ മൊത്തം 7q ആവും. ഈ പൊട്ടൻഷ്യൽ കാണുമ്പോൾ നമ്മൾ ഒന്നും നോക്കണ്ട, സ്കേലാർ ആണല്ലോ, വെറുതെ ഓരോ ചാർജും ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1/4πε0 7q / r. r എന്താ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇതാണ്, എത്രയാ, a√3. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ, 1/4πε0 പിന്നെന്താ 7q / a√3. ഓക്കെ, 1/4πε0 7q / a√3. ഇവിടെ എഴുതിയിരിക്കുന്നത് 7q പിന്നെ 4√3πε0 a. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി അടുത്ത x=-3q ആണ്. -3q ആകുമ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് O. ഇവിടെ ഓൾറെഡി ഉള്ളത് 5q ഉണ്ട്, അതിൻ്റെ കൂടെ -3q കൂടെ വരുമ്പോൾ 2q ആണ് വരിക, 2q. അതായത് ഈ 7qന് പകരം 2q വരണമെന്ന്, പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് -3q ആണ്, അപ്പോൾ അത് കറക്റ്റ് അല്ല. അപ്പോൾ എയും ബിയും സിയും ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. Next question നോക്കാം. The binding energy of nucleons in a nucleus can be affected by the pairwise Coulomb repulsion. Assume that all nucleons are uniformly distributed inside the nucleus. Let the binding energy of a proton be Ce with the suffix b, binding energy of proton, and binding energy of neutron E with suffix b and n. Okay, in the nucleus. അതിൽ നമുക്ക് ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ. ഈ ന്യൂക്ലിയർ ഫോഴ്സ് കൊണ്ടുള്ള ബൈൻഡിങ് എനർജി പ്രോട്ടോണിനും ന്യൂട്രോണിനും സെയിം ആണ്. അപ്പോൾ ആ ഡിഫറൻസ് 0 ആവും ന്യൂക്ലിയർ ഫോഴ്സ് കൊണ്ടുള്ളത്, ബിക്കോസ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ചാർജ് എന്നാ. ഓക്കെ, ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ന്യൂട്രൽ ആണെങ്കിലും അത് പ്രോട്ടോൺസിനിടയ്ക്കും ന്യൂട്രോൺസിനിടയ്ക്കും ഒക്കെ ഒരേ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ദിസ് ഡിഫറൻസ് വിൽ ബി ഓൺലി ഡ്യൂ ടു കുളുംബ് റിപ്പൽഷൻ. ഓക്കെ, അതിൽ ആ കുളുംബ് റിപ്പൽഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോട്ടോണും ബാക്കിയുള്ള എല്ലാ പ്രോട്ടോണും കൊണ്ടും റിപ്പൽഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കുളുംബിക് റിപ്പൽഷൻ അത് 1/4πε0 z-1 E ഇൻറ്റു ഇ വരും. z-1 e² / r. ഓക്കെ, ഇതിന് പ്രപ്പോർഷണൽ ആണെന്നാ. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഈച്ച് പ്രോട്ടോൺ. അങ്ങനെ z പ്രോട്ടോൺസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓക്കെ ഡ്യൂ ടു ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക, z ഇൻറ്റു z-1 e² / പിന്നെ ഈ റേഡിയസിന് നമുക്ക് റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് എന്താ r0 a⁻⁴ a പറഞ്ഞാൽ മാസ് നമ്പർ ആണ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ദിസ് ഈസ് പ്രപ്പോർഷണൽ ടു z ഇൻറ്റു z-1 വേർ z ഈസ് ദി അറ്റോമിക് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ എന്താ ഇത് ദിസ് ഈസ് ട്രൂ റൈറ്റ്. പിന്നെ ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു, അതായത് ഈ സാധനം A⁻⁻³ അതിൽ ഇവിടെ A⁻⁻³ നമ്മൾ മേലോട്ട് പോകുമ്പോഴെന്താവും A⁻⁻³ ആവും. അപ്പോൾ ആ സാധനം അതും കറക്റ്റാണ്. ഓക്കെ, ദിസ് ഇസ് ട്രൂ. നെക്സ്റ്റ് ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ ഈസ് പോസിറ്റീവ്. അതിൽ ഈ ഇലക്ട്രിക് റിപ്പൽഷൻ കാരണം ഈ ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ വിൽ ബി സ്മോളർ കമ്പയർഡ് ടു ദ ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ. അപ്പോൾ ഈ സ്മോളർ ക്വാണ്ടിറ്റി മൈനസ് എന്താ ലാർജർ ക്വാണ്ടിറ്റി എന്താ അത് നെഗറ്റീവ് ആവും, പോസിറ്റീവ് എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഇനി അടുത്ത് എന്താണെന്നറിയോ, ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ ഇൻക്രീസസ് ഇഫ് ദ ന്യൂക്ലിയസ് അണ്ടർഗോസ് എ ബീറ്റാ ഡീകേ എമിറ്റിംഗ് എ പോസിട്രോൺ. പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം കുറയും. പ്രോട്ടോൺസിൻ്റെ എണ്ണം കുറയുമ്പോൾ ഇലക്ട്രിക് റിപ്പൽഷൻ കുറയും. ഇലക്ട്രിക് റിപ്പൽഷൻ കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓർ ദിസ് ബൈൻഡിങ് എനർജി വിൽ ഇൻക്രീസ്. അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ബൈൻഡിങ് എനർജി വിൽ ഇൻക്രീസ്. അപ്പോൾ എ കറക്റ്റാണ്, ബി കറക്റ്റാണ്, ഡി കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ സ്മോൾ സർക്കുലർ ലൂപ്പ് ഓഫ് ഏരിയ ക്യാപിറ്റൽ E ആൻഡ് റെസിസ്റ്റൻസ് R ഈസ് ഫിക്സ്ഡ് ഓൺ a horizontal xy plane with the center of the loop always on the axis. Okay, n cap of a long solenoid. അപ്പോൾ സോളിനോയിഡ് ഇങ്ങനെയുണ്ട്, അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു സർക്കുലർ ലൂപ്പ് ഉണ്ട്. ദാറ്റ് സർക്കുലർ ലൂപ്പ് ഈസ് നോർമൽ ടു ദ Z ആക്സിസ്. അപ്പോൾ അതിൻ്റെ ഏരിയ വിൽ ബി അലോങ് ദ Z ഡിറക്ഷൻ. ഓക്കെ, പിന്നെ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സോളിനോയിഡ് ഈസ് ഇൻ എൻ ക്യാപ് ഡിറക്ഷൻ. ആ എൻ ക്യാപ്പിൻ്റെ ഡിഫറെൻറ്റ് കേസസ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡിറക്ഷനിൽ വരാം എന്നുള്ളത് 1, 2, 3, 4 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ആ സി ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സോളിനോയിഡ് ഈസ് ഇൻ എൻ ക്യാപ് ഡിറക്ഷൻ. ലിസ്റ്റ് 1 ഗിവ്സ് time dependence of n cap in terms of constant angular frequency omega. List 2 gives torque experienced by the circular loop. Okay, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് നോക്കൂ, സി മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡിറക്ഷനിലാണെന്ന് വിചാരിച്ചോളൂ. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് സോളിനോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ μ0 mi, സ്മോൾ എം പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്താ ഇവിടെ. അപ്പോൾ μ0 mi ആണ് മാഗ്നറ്റിക് ഫീൽഡ്, അത് ഈ ഡിറക്ഷനിലാവും. ഓക്കെ, ഇനി ഫ്ലക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ μ0 mi പിന്നെന്താ അതിൻ്റെ കൂടെ ഈ യൂണിറ്റ് വെക്ടർ, ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. നോക്കൂ, ഇത് യൂണിറ്റ് വെക്ടറാണ്. ഓക്കെ, ഓൺലി ടു ഷോ ദ ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇനി അത് നമ്മൾ ഈ ഏരിയ കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലക്സ് കിട്ടും. ഏരിയ Z ഡിറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏരിയയുടെ കൂടെ കെ ക്യാപ്പ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതും നമ്മൾ ഈ ജെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. പിന്നെ ഈ കെ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ, അപ്പം μ0 mi. ഓക്കെ, പിന്നെന്താ 1/√2 cos ωt വരും. ഓക്കെ, μ0 mi പിന്നെ ഏരിയ എ പിന്നെന്താ 1/√2 cos ωt. ഇതാണ് ഫ്ലക്സ്. മൈനസ് d∅dt, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം, മൈനസ് കൊടുക്കുക, അപ്പോൾ നമുക്ക് EMF കിട്ടും. ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, ഡിനോമിനേറ്ററിൽ റെസിസ്റ്റൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടും. ഓക്കെ, ഇൻറ്റു ഏരിയ, അതാണ് ഡൈപോൾ മൊമെൻറ്റ്. ഏരിയ Z ഡിറക്ഷനിലാണ്, അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് Z ഡിറക്ഷനിലാവും. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ 6 ചേർത്തു. ഓക്കെ, മേലെ ഏരിയ നമ്മൾ ചേർത്തു, എ ഓൾറെഡി ഉണ്ട്, ഒരു എ കൂടെ വരുമ്പോൾ A². ഓക്കെ, ഇനി എന്താ, ദാറ്റ് ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി അലോങ് Z ഡിറക്ഷൻ. സോ ഇറ്റ് ഈസ്, നോക്കൂ, കെ ക്യാപ്പ് ഞാൻ കൂടെ കൊടുത്തു. ഇനി ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M×B ആണ്. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ ഈ ഡിറക്ഷനിലാണ്. ഡൈപോൾ മൊമെൻ്റ് എന്താ, ഡൈപോൾ മൊമെൻ്റ് K ഡിറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ K ക്രോസ് ഈ കമ്പോണൻറ്റ് K ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ K ക്രോസ് M×B ആണ് ചെയ്യേണ്ടത്. K ക്രോസ് J വരും. K ക്രോസ് J പറഞ്ഞു കഴിഞ്ഞാൽ -I ആണ്. ഓക്കെ, അതാണ് ഇതാ മൈനസ് ഇവിടെയുണ്ട്, I ഇവിടെയുണ്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടത്, നമുക്ക് എമ്മും ബിയും ആണ്. അതിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ബിയിൽ നമുക്ക് ഉള്ള കമ്പോണൻറ്റ് എന്താ നോക്കൂ, sin ωt/√2 ആണ്. ഓക്കെ, അപ്പോൾ sin ωt ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു sin ωt കൂടെ വരുമ്പോൾ sin² ωt/√2 പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ √2 ഉണ്ട്, ഒരു √2 കൂടെ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 2 വരും. പിന്നെ μ0 mi ഇവിടെ ഓൾറെഡി ഉണ്ട്, ഒരു μ0 mi കൂടെ വരുമ്പോൾ μ02 m² I² വരും. ഓക്കെ, പിന്നെന്താ, അപ്പോൾ ഇതാണ് ടോർക്ക് വരിക. ഇനി നമ്മൾ അവർ തന്നിരിക്കുന്നത് എന്താണെന്നോ, A² μ02 m² I² ω/2r. ഓക്കെ, അതായത് ഇതാ ഇത്രയും സാധനമാണ് അവർ ആൽഫ എന്ന് തന്നിരിക്കുന്നത്, ആൽഫ. ഓക്കെ,
സൈൻ ഒമേഗ ടി. ഇവിടെ സൈൻ ഒമേഗ ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് സൈൻ π/6 ആണ്. അതായത് സൈൻ 30 1/2, സൈൻ സ്ക്വയർ 30 പറഞ്ഞാൽ 1/4 വരും. ഓക്കെ, അപ്പോൾ ഇതിന് ആൽഫ കൊടുക്കുകയാണെങ്കിൽ നോക്കൂ, മൈനസ് അതേപോലെ എഴുതി, ആൽഫ എഴുതി, ഡിനോമിനേറ്ററിൽ 4 ഉണ്ട്. ഓക്കെ, ഐ ക്യാപ്പ്. അതായത് ഈ ഫസ്റ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത്, ഓക്കെ, ഫസ്റ്റ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് മൈനസ് ആൽഫ ബൈ 4 ഐ ക്യാപ്പ്, മൈനസ് ആൽഫ ബൈ 4 ഐ ക്യാപ്പ്. സോ 1 മസ്റ്റ് ബി മാച്ചിങ് വിത്ത് ക്യൂ. ഓക്കെ, 1 മസ്റ്റ് ബി മാച്ചിങ് വിത്ത് ക്യൂ. ഇനി രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡിറക്ഷനിലാണ്. ഏത് ഡിറക്ഷനിൽ നോക്കൂ, XY പ്ലെയിനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഏരിയയോ, ഏരിയ Z ഡിറക്ഷനിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ഏരിയ, ഗിവൺ ഏരിയ വിൽ ബി 0. അപ്പോൾ അത് കാരണം എന്താ, ടോർക്കും 0 ആണ്. സോ ദിസ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് P. ഓക്കെ, 2 റൈറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം അത്. ഓക്കെ, ഇതാ ഹിയർ ദ ഫ്ലക്സ് ഈസ് 0. സോ 1 എന്താ, 1 മസ്റ്റ് ബി മാച്ചിങ് വിത്ത് Q. See, this must be matching with Q and second must be matching with P. Okay. ഇനി അടുത്ത കേസിൽ എന്താണെന്നറിയോ, അടുത്ത കേസിൽ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അലോങ് ദ Z ഡിറക്ഷൻ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ, I കമ്പോണൻറ്റും ഉണ്ട്, K കമ്പോണൻറ്റും ഉണ്ട്. ഓക്കെ, നമ്മളുടെ ഏരിയ K ഡിറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ I ഡിറക്ഷനിലുള്ള ഈ കമ്പോണൻറ്റുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 0 ആവും. പിന്നെ ഈ കമ്പോണൻറ്റ് മാത്രമേ വരുള്ളൂ, അതായത് cos ഒമേഗ t ബൈ √2. ഓക്കെ, μ0 mi. ഓക്കെ, പിന്നെന്താ, A cos ഒമേഗ t ബൈ √2, അതാണ് ഫ്ലക്സ്. ഓക്കെ, അതായത് ഇവിടെ ഈ നമ്മൾ K കമ്പോണൻറ്റ് മാത്രം വരും, ബിക്കോസ് ഏരിയ ഈസ് അലോങ് ദ K ഡിറക്ഷൻ. ഇതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF വോൾട്ടേജ്. ഓക്കെ, അതിനെ ഡിവൈഡഡ് ബൈ R ചേർത്ത് കഴിഞ്ഞാൽ കറണ്ട് കിട്ടും. ഇൻറ്റു ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ Z ഡിറക്ഷനിലാണ്. ഓക്കെ, ഇവിടെ എന്താ, ഈ EMF നമ്മൾ എന്താ Z ഡിറക്ഷനിലാണ് ഏരിയ. അപ്പം നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, EMF ഡിവൈഡ് ബൈ R പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി, നോക്കൂ, കറണ്ട് ഇൻറ്റു ഏരിയ, അതായത് ഓൾറെഡി A ഉണ്ട്, A² വരും. സോ ദിസ് വിൽ ബി ഡൈപോൾ മൊമെൻറ്റ്. ഇനി ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M ക്രോസ് B ആണ്. അതിൽ M ഇതാണ്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡിന് 2 കമ്പോണൻ്റ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ, I കമ്പോണൻറ്റും ഉണ്ട്, K കമ്പോണൻറ്റും ഉണ്ട്. ഈ ഡൈപോൾ മൊമെൻറ്റ് K ഡിറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ K കമ്പോണൻറ്റുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഓക്കെ, പിന്നെ I കമ്പോണൻറ്റ് മാത്രം വരും. അതായത് ഇവിടെ K ക്രോസ് I പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, J ആണ്. ഓക്കെ, K ക്രോസ് I പറഞ്ഞാൽ J ആണ്. അപ്പോൾ സൈൻ ഒമേഗ t ബൈ √2 J വരും. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്, ഒരു സൈൻ ഒമേഗ ടി ഇവിടെ വരുമ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി, പിന്നെ അടിയിൽ ഒരു √2 വരുമ്പോൾ എന്താ, 2 ആവും. ഓക്കെ, പിന്നെ μ0² m² I² A² ഒമേഗ ഡിവൈഡ് ബൈ 2R. ഓക്കെ, അതിൽ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് അവർ ആൽഫ എന്ന് പറയുന്നത്, ആൽഫ. പിന്നെ എന്താ, സൈൻ ഒമേഗ ടി എത്രയാ, സൈൻ π/6, സൈൻ 30. ഓക്കെ, അത് 1/2 ആണ്. സൈൻ സ്ക്വയർ 30 പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ ബൈ 4 J ക്യാപ്പ് എന്ന് വരും. ഓക്കെ, ആൽഫ ബൈ 4 J ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് S. ഓക്കെ, അപ്പോൾ QPS ആണ് കേട്ടോ, QPS. ഇനി ഈ ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. QPS ആണ്. ഇവിടെ ആക്ച്വലി ദിസ് ഈസ് Q, ദിസ് ഈസ് P, ദിസ് ഈസ് S, ആൻഡ് ലെറ്റ് സീ ദ ലാസ്റ്റ് ഓപ്ഷൻ. അതിൽ ഇവിടെ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ ഏതാ, Z ഡിറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ Z ഡിറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഫ്ലക്സ് ഉണ്ടാക്കുള്ളൂ. ഇവിടെ Z ഡിറക്ഷനിൽ ഇവിടെ നോക്കൂ, 1/√2 സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം, μ0 mi ബൈ √2 സൈൻ ഒമേഗ ടി, അതാണ് ഫ്ലക്സ് ഇൻറ്റു ഏരിയ. ഓക്കെ, μ0 mi ബൈ √2 സൈൻ ഒമേഗ ടി ഫ്ലക്സ് ഡെൻസിറ്റി നോർമൽ ടു ദ ഏരിയ ഇൻറ്റു ഏരിയ എന്താ, നമുക്ക് ഫ്ലക്സ് കിട്ടും. ഇതിന് നമ്മൾ -d∅/dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അപ്പോൾ -μ0 mi A ഒമേഗ ബൈ √2 cos ഒമേഗ ടി. ഡിനോമിനേറ്ററിൽ R ചേർത്താൽ കറണ്ട് കിട്ടും. ഇൻറ്റു ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ R ചേർക്കുക. ഇനി ഏരിയ എന്താ, ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി AK. ഓക്കെ, അതിൽ A നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഒരു A കൂടെ വരുമ്പോൾ A² വരും. പിന്നെന്താ, cos ഒമേഗ ടി, പിന്നെയോ -K ക്യാപ്പ്. ഇതാണ് M. ഇനി നമുക്ക് വേണ്ട ടോർക്ക് എന്ന് പറയാം M ക്രോസ് B ആണ്.
അതിൽ ഇവിടെ നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് കെ ഡിറക്ഷനിലാണ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ഇത് ഈ കമ്പോണൻറ്റുമായിട്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. അതായത് ആ കമ്പോണൻറ്റിന് ഇഫക്റ്റ് ഉണ്ടാവില്ല എന്നർത്ഥം. പിന്നെ നമ്മൾ എന്താണെന്നറിയോ, കെ ക്രോസ് ജെ എന്താ, കെ ക്രോസ് ജെ പറഞ്ഞു കഴിഞ്ഞാൽ -i ആണ്. -k ക്രോസ് ജെ പറഞ്ഞു കഴിഞ്ഞാൽ അത് i ആണ്, i. ഓക്കെ, അപ്പോൾ ഫൈനലി ഇറ്റ് വിൽ ബി ഇൻ എലോങ് i ഡിറക്ഷൻ. പിന്നെ മാത്രമല്ല ഇവിടെ കമ്പോണൻറ്റ് cos ω/√2. ഓക്കെ, അപ്പോൾ cos² ω/t √2 ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നോക്കൂ അത് 2r വരും. ഓക്കെ, ഇവിടെ ഈ സാധനം എന്താ, ഇത് ആൽഫയാണ്. cos π/6 എന്ന് പറഞ്ഞാൽ cos 30, അത് എത്രയാ, √3/2. സ്ക്വയർ എത്രയാ, 3/4. അപ്പോൾ 3/4 ആൽഫ i ക്യാപ് എന്ന് വരും. ഓക്കെ, 3/4 ആൽഫ i ക്യാപ്, 3/4 ആൽഫ i ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് r. അപ്പോൾ Q ഉണ്ട്, P ഉണ്ട്, S ഉണ്ട്, R ഉണ്ട്. Q ഉണ്ട്, P ഉണ്ട്, S ഉണ്ട്, R ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഇതാണ്, C വിൽ ബി മാച്ചിങ്, റൈറ്റ്. നോക്കൂ, ഇവിടെ ലിസ്റ്റ് 1 describes 4 systems each with 2 particles A and B in relative motion as shown in figure. List 2 gives possible magnitudes of their relative velocities at time t equal to π/3 seconds. അതിൽ ഇവിടെ A and B are 2 moving on a horizontal circle of radius 1 meter with uniform angular speed omega equal to 1. അപ്പോൾ സ്പീഡ് 1 ആവും. The initial angular positions of A and B at time t equal to 0 are theta equal to 0, okay, and theta equal to π/2 respectively. അതായത് ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്. ഓക്കെ, ഇനി ഒമേഗ 1 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. π/3 സെക്കൻഡ് കഴിയുമ്പോൾ π/3, അതായത് 60 ഡിഗ്രി ടേൺ ചെയ്യും. ഇത് നോക്കൂ, ഇപ്പോൾ ഇത് 60 ഡിഗ്രി പോയി, ഇതും 60 ഡിഗ്രി പോയി. ഇത് എന്താ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വെലോസിറ്റീസ് മ്യൂച്വലി പെർപെൻഡിക്കുലറാണ് ആൻഡ് ഈച്ച് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്താ, രണ്ടും പെർപെൻഡിക്കുലർ ആണ്, മനസ്സിലായില്ലേ. പിന്നെ രണ്ടും 1 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി വിൽ ബി √2. ഓക്കെ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ റിലേറ്റീവ് വെലോസിറ്റി വിൽ ബി √2. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് √2 ആണ്. ഇനി സെക്കൻഡ് നോക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് √2 ആണ്, സെക്കൻഡ് നോക്കാം. സെക്കൻഡ് നമുക്ക് നോക്കൂ, ഇത് എന്താ, ഇവിടുന്ന് 45 ഡിഗ്രിയിൽ ഇത് എത്രയാ, ഇത് എന്താ 45 ഡിഗ്രിയിൽ തന്നെ. പക്ഷേ ഇത് പ്രൊജക്റ്റ് ചെയ്ത് 0.1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, v 5 π/√2 ആണ് മീറ്റർ പെർ സെക്കൻഡ് അറ്റ് 45 ഡിഗ്രി ഫ്രം ദ ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ എലോങ് ദ ഹൊറിസോണ്ടൽ നമുക്ക് എന്ത് പറയാം, വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താ, 5 π/√2 ഇൻറ്റു cos 45 1/√2. അത് എത്ര വരും, അത് 5 π/2 വരും. ഓക്കെ, ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 5 π/2, ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 5 π/2, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അപ്പോൾ റിലേറ്റീവ് എന്താ വരിക, 5 π/2 മൈനസ് 5 π/2. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 5 π വരും. അപ്പോൾ 5 π i ക്യാപ്. ഓക്കെ, ഇനി വേർട്ടിക്കൽ കമ്പോണൻറ്റ് ഇത് നോക്കൂ, ഇത് പ്രൊജക്റ്റ് ചെയ്ത് 0.1 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വെർട്ടിക്കൽ കമ്പോണൻറ്റ് will decrease by gt. g10 ആണ്, ടൈം 0.1 ആണ്. അപ്പോൾ 10 × 0.1 പറഞ്ഞാൽ 1 മീറ്റർ പെർ സെക്കൻഡ്. സോ അറ്റ് ദ മൊമെൻറ്റ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ്, ദിസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് വിൽ ബി smaller than the vertical component of the second particle by 1 meter per second. അപ്പോൾ റിലേറ്റീവ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്താവും, 1 മീറ്റർ പെർ സെക്കൻഡ്. അതായത് നോക്കൂ, ജെ ക്യാപ്ന് മാത്രം വരും. നമുക്ക് വേണ്ട ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതായത് ഇത് എത്ര, ദിസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 5 പൈയുടെ സ്ക്വയർ എത്രയാണ്, 25 π² പ്ലസ് 1 സ്ക്വയർ പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് √. ഓക്കെ, അത് എന്താ സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് √2 ആണ്, സെക്കൻഡ് ഈ √, ഇതാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക, 2 ഹാർമോണിക് ഓസിലേറ്റേഴ്സ് A and B മൂവിങ് ഇൻ x ഡിറക്ഷൻ അക്കോർഡിംഗ് ടു x = x0 t/t0. അതിൽ നോക്കൂ, x0 1 മീറ്റർ ആണ്, t0 1 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ xb പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ x0 1 ആണ്. ഓക്കെ, t0 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് സൈൻ എന്താ t + π/2 എന്നാണ്. അതിനെ നമുക്ക് എന്ത് പറയാം, cos t എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് b എന്താ -sin t എന്ന് വരും അല്ലേ. അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയോ, പിന്നെ ഇതെന്താ, ഇത് നോക്കൂ, sin t ആണ്, വെലോസിറ്റി cos t ആണ്. ഓക്കെ, ഇവിടെ വി ഹാവ് ടു ഫൈൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി at t = π/3 ആണ്. അപ്പോൾ ഇവിടെ cos
എന്താ സൈൻ പൈ ബൈ ത്രീ എത്രയാ സൈൻ 60 √3/2 അപ്പോൾ മൈനസ് √3/2. ഓക്കെ, ഇവിടെ എന്താ 1/2. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്താ വരിക നമുക്ക് √3 + 1/2 വരും. ഓക്കെ, √3 + 1/2. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എ പാർട്ടിക്കിൾ എ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കുലർ path of radius 1 meter on the xy plane with constant angular speed omega equal to 1 radians per second. Particle B is moving up at constant speed 3 meter per second. Ignore gravity. അപ്പോൾ വി എ ഈക്വൽ ടു 1, അത് എക്സ് വൈ പ്ലെയിനിലാണ്. ആ എക്സ് വൈ പ്ലെയിനിൽ യൂണിറ്റ് വെക്ടർ എ ക്യാപ് എന്ന് കൊടുത്തു ഞാൻ. പിന്നെ വി ബി അത് വെർട്ടിക്കൽ ഡിറക്ഷനിലാണ്, അത് ഞാൻ നോക്കൂ 3k ക്യാപ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്താ √3² + 1² വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു √10 വരും, √10. അപ്പോൾ അതിൽ ഇത് നമുക്ക് ഈ √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. സോ 1 ഈസ് മാച്ചിങ് വിത്ത് യെസ്. ഓക്കെ, പിന്നെ 2 എന്തായിരുന്നു? 2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് 25 π² + 1 ആണ്. 25 π² + 1 പറഞ്ഞു കഴിഞ്ഞാൽ സോ സെക്കൻഡ് ഈസ് മാച്ചിങ് വിത്ത് ടി ആണ്. സെക്കൻഡ് ഈസ് മാച്ചിങ് വിത്ത് ടി. ഓക്കെ, നൗ തേർഡ് എന്താ? തേർഡ് നമുക്ക് കിട്ടിയത് √3. ഇത് ആക്ച്വലി എങ്ങനെയാണ് വരുന്നതെന്നറിയോ? ഈ റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇത് രണ്ടും ഒരേ ഡിറക്ഷനിലാണ്, ഐ മീൻ ഒരേ ലൈനിലാണ്, എക്സ് ഡിറക്ഷനിലാണെങ്കിൽ. അപ്പോൾ ഹാഫ് മൈനസ് √3/2. ഓക്കെ, അപ്പോൾ 1 + √3/2 എന്നാ, അല്ലെങ്കിൽ √3 + 1/2 പറയാം. ഓക്കെ, അതെവിടെയാ √3 + 1 ഇത് നോക്കൂ, √3 - 1/√2 ആണ്, പറ്റില്ല. ഇവിടെ എന്താ √3 + 1/2 ആണ്. സോ തേർഡ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് പി. ഓക്കെ, തേർഡ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് പി. ഓക്കെ, തേർഡ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് പി. ഓക്കെ, ആൻഡ് ഫൈനലി ഫോർത്ത് നമുക്ക് എന്താ കിട്ടിയത്? √10 ആണ് കിട്ടിയത്. ഓക്കെ, √10 എവിടെയുള്ളത്? ദാറ്റ് ഈസ് R ആണ്. സോ ഇറ്റ് ഈസ് മാച്ചിങ് വിത്ത് R. അപ്പോൾ STPR എന്നാണ് വരണ്ടേ. STPR പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ലിസ്റ്റ് 1 describes thermodynamic process in 4 different systems. List 2 gives the magnitude of either exactly or as close approximation of possible changes in internal energy of the system due to the process. അതിൽ ഫസ്റ്റ് 10⁻³ കിലോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ 1 gram of water at 100 degrees Celsius is converted into steam at the same temperature at a pressure of 10⁵ Pascal. Okay, the volume of the system changes from 10⁻⁻6 m³ to 10⁻⁻³ m³. Okay, അതിൽ in the process latent heat of water is 2250 kilojoule per kilogram ആണ്. 1 കിലോഗ്രാമിന് 2250. അപ്പോൾ 1 ഗ്രാമിന് എത്ര വരും? 2.25 കിലോജൂൾ പറയാം. 2.25. ഇവിടെ 1 ഗ്രാമാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൊടുത്ത ഹീറ്റ് 2.25 കിലോജൂളാണ്. അതിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P∆V ആണ്. P∆V അതിൽ ആദ്യം ഉണ്ടായിരുന്ന വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 × 10⁻³ m³. പിന്നെ എത്രയാണ്? 10⁻³ m³ ആയി. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 - 0.001 × 10⁻³ എന്നാ. 1 - 0.001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എടുക്കാം. അപ്പോൾ 10⁻³ തന്നെ വരും അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ 100 ജൂളാണ് വർക്ക് ഡൺ. ഓക്കെ, ബാക്കി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി 2.15 കിലോ ജൂൾ എന്നാ, അപ്രോക്സിമേറ്റ്ലി 2 കിലോ ജൂൾ എന്ന് പറയാം. അപ്പോൾ 1 ഈസ് മാച്ചിങ് വിത്ത് പി. 1 ഈസ് മാച്ചിങ് വിത്ത് പി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആൻസർ കിട്ടി കേട്ടോ. കാരണം എന്താ, 1 P ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. റൈറ്റ്, നോക്കാം നമുക്ക്. ഇനി രണ്ടാമത്തത് 0.2 moles ഓഫ് എ റിജിഡ് പറഞ്ഞാൽ വൈബ്രേഷൻ ഇല്ല എന്നാ. ഡയറ്റോമിക് ഐഡിയൽ ഗ്യാസ് വിത്ത് വോളിയം V at temperature 500 Kelvin undergoes isobaric expansion to volume 3V. ഓക്കെ, അവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കാണണം. അതിൽ നമുക്ക് PV = nRT എന്നാണ്. 0.2 moles R, പിന്നെന്താ ടെമ്പറേച്ചർ 500 Kelvin. അപ്പോൾ നമുക്ക് ഇറ്റ് അണ്ടർഗോസ് എക്സ്പാൻഷൻ ഫ്രം V to 3V ആണ്.
അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു ഡെൽറ്റ വി പറഞ്ഞാൽ പി ഇൻറ്റു 2v ആണ്. ഓക്കെ, അപ്പോൾ 2pv വരും. അതിൽ പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെത്രയാ? ദിസ് ഈസ് നമുക്ക് പി വി പറഞ്ഞു കഴിഞ്ഞാൽ 0.2 ഇൻറ്റു 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 R വരും. വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ 2pv ആണ്. ഓക്കെ, 2pv. അപ്പോൾ 200 R വരും. അതിൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഓക്കെ, അപ്പോൾ 200 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 1600. 1600 പറഞ്ഞു കഴിഞ്ഞാൽ 1.6 കിലോ ജൂൾ പറയാം. ഓക്കെ, വർക്ക് ഡൺ. അതിൽ ഡെൽറ്റ യു പറഞ്ഞാൽ F/2 ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അതിൽ റിജിഡ് ഡൈ അറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ 5/2 ഡെൽറ്റ ഡബ്ല്യു 1.6 ആണ്. 1.6/2 പറഞ്ഞാൽ എത്രയാ? 0.8 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 4. അപ്പോൾ 0.8 ഇൻറ്റു 4 പറഞ്ഞു കഴിഞ്ഞാൽ 0.8 ഇൻറ്റു 5 പറഞ്ഞാൽ 4 കിലോ ജൂൾ വരും. ഓക്കെ, സോ സെക്കൻഡ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് ആർ. ഓക്കെ, ഇതാ ഇവിടെ സെക്കൻഡ് ഈസ് മാച്ചിങ് വിത്ത് ആർ, 4 കിലോ ജൂൾ. ഇനി അടുത്തത് തേർഡ് നമുക്ക് നോക്കാം. 1 മോൾ ഓഫ് എ മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് അഡിയാബാറ്റിക്കലി ഫ്രം വോളിയം വി. ഓക്കെ, ആൻഡ് പ്രഷർ 2 kPa ടു വോളിയം V/8. അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പോൾ PV⁻γ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് അഡിയാബാറ്റിക് പ്രോസസ്സിൽ. അപ്പോൾ P2 പറഞ്ഞാൽ നമുക്ക് V1/V2 റേസ് ടു ഗാമ ഇൻറ്റു P1 പറയാം. അതിൽ ഈ V1 എന്ന് പറഞ്ഞാൽ V ആണ്, V2 പറഞ്ഞാൽ V/8 ആണ്. V/V/8 എന്ന് പറഞ്ഞാൽ 8 മേലെ വരും. 2 ക്യൂബ് ഹോൾ റേസ് ടു 5/3 പറഞ്ഞാൽ 2⁵ എന്ന് വരും, അതായത് 32. അപ്പോൾ P2 ഈക്വൽ ടു 32 P1 ഓർ 32 P എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഇവിടെ അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ P1V1 മൈനസ് P2V2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഈ ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഗാമ എന്ന് പറഞ്ഞാൽ 1 + 2/f. ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/f. അപ്പോൾ P1V1 മൈനസ് P2V2. ഓക്കെ, അതിൽ P1V1 പറഞ്ഞാൽ PV ആണ്. P2V2 എന്ന് പറഞ്ഞാൽ P2 32P, പിന്നെ V2 എത്രയാണ്? V/8. 32P ഇൻറ്റു V/8. 3PV നമ്മൾ 2/f കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, 3/2 ഇൻറ്റു 3PV. അതിൽ ഈ V ഉണ്ട്. V എത്രയാ? V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ Vക്ക് പകരം 1/3 കൊടുത്തു കഴിഞ്ഞാൽ 1/3 ഇൻറ്റു 3 പോകും. പിന്നെ ഇവിടെ എത്രയാ? പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്. 2 kPa ആണ്, റൈറ്റ്? kPa. ഈ ഡിനോമിനേറ്ററിൽ 2 പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 കിലോ ജൂൾ വരും. ഓക്കെ, 3 കിലോ ജൂൾ. ഓക്കെ, അതായത് ഇറ്റ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് T. അതായത് 3 ഈസ് മാച്ചിങ് വിത്ത് T. ഇനി നമുക്ക് 4 നോക്കാം. 3 moles ഓഫ് എ ഡൈഅറ്റോമിക് ഐഡിയൽ ഗ്യാസ് ഹൂസ് മോളിക്യൂൾസ് ക്യാൻ വൈബ്രേറ്റ് ഈസ് ഗിവൺ 9 കിലോ ജൂൾ ഓഫ് ഹീറ്റ് ആൻഡ് അണ്ടർഗോസ് ഐസോബാറിക് എക്സ്പാൻഷൻ. അതിൽ നമുക്ക് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2/f. ഓക്കെ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 7 ആണ്. ഓക്കെ, സോ ഗാമ വി വിൽ ഗെറ്റ് 9/7. അതിൽ ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ പറഞ്ഞാൽ 1/ഗാമയാണ്. ഓക്കെ, ഗാമ 9/7 ആണെങ്കിൽ 1/ഗാമ എത്രയാണ്? 7/9 ആണ്. അതിൽ ഡെൽറ്റ ക്യൂ 9 കിലോ ജൂളാണ്. അപ്പോൾ ഡെൽറ്റ യു പറഞ്ഞാൽ 7/9 ഇൻറ്റു 9 പറഞ്ഞു കഴിഞ്ഞാൽ 7 കിലോ ജൂൾ വരും. 7 കിലോ ജൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്യൂ. സോ 4 മസ്റ്റ് ബി മാച്ചിങ് വിത്ത് ക്യൂ. നെക്സ്റ്റ് നോക്കാം. ലിസ്റ്റ് 1 contains 4 combinations of 2 lenses whose focal length are indicated in the figure. In all cases, the object is placed 20 cm from the first lens on the left and the distance between the 2 lenses is 5 cm. List 2 contains the positions of the final images. അതിൽ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? ദാറ്റ് ഈസ് 10 cm. ഒബ്ജക്റ്റ് എത്രയാ? 20. അതായത് 2f-ലാണ്. അപ്പോൾ ഇമേജ് വിൽ ബി അറ്റ് 2f ഓൺ ദ അതർ സൈഡ്സ്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്നത് എന്താ? ഇപ്പുറത്തെ സൈഡിൽ 2f-ലാവും. 2f എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ ഈ ലെൻസിൽ നിന്ന് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 15 cm ആവും. 15 cm. ഓക്കെ, ഓൺ ദ റൈറ്റ് സൈഡ്സ്. അപ്പോൾ അത് ഫോം ചെയ്യുന്ന ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f. അപ്പോൾ 1/v പറഞ്ഞാൽ 1/f പ്ലസ് 1/u. ഓക്കെ, അതിൽ 1/f എന്ന് പറഞ്ഞാൽ 1/15 പ്ലസ് 1/u പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/15. അപ്പോൾ നമുക്ക് എന്ത് പറയാം? v ഈക്വൽ ടു 15/2 7.5 cm ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി സെക്കൻഡ് ലെൻസ് ആണ്. അതിൽ ഇനി എന്താ?
list 2 contains the positions of the final image. അപ്പോൾ final image is formed at 7.5 cm on the right side of lens 2. അതായത് actually 1 is matching with P, right? Okay, ഇനി സെക്കൻഡ് നോക്കാം. ഇവിടെ again ഇതിലെ ലെൻസിൻ്റെ എന്താ ഫോക്കൽ ലെങ്ത് 10 ആണ്, ഒബ്ജക്റ്റ് 2f ലാണ്. അപ്പോൾ ഇമേജ് വിൽ ബി എ 2f ഓൺ ദ അതർ സൈഡ്സ്. അപ്പോൾ ഇതൊരു കോൺകേവ് ലെൻസ് ആണ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 10 ആണ്. ഈ ഡിസ്റ്റൻസ് നോക്കൂ 5 ഈ ഫസ്റ്റ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് നോക്കൂ, ഇവിടെ 20 സെൻറ്റിമീറ്റർ അല്ല. അപ്പോൾ ഈ കോൺകേവ് ലെൻസിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ഓൺ ഇറ്റ്സ് റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ യു പറഞ്ഞു കഴിഞ്ഞാൽ +15 ആണ്. ഓക്കെ, ആൻഡ് ഫോക്കൽ ലെങ്ത് ഈസ് -1/10 വരും. അപ്പോൾ 1/v = -1/10 + 1/15. അതാണ് ഈ എഴുതിയിരിക്കണം. 1/v = -1/10 + 1/15. ദാറ്റ് ഈസ് ഈക്വൽ ടു -30 വരും അല്ലേ. v = -30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30 സെൻറ്റിമീറ്റർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്കൻഡ് ലെൻസാ. 30 സെൻറ്റിമീറ്റർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്കൻഡ് ലെൻസ്. അതുണ്ടോ നോക്കാം. 30 സെൻറ്റിമീറ്റർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സെക്കൻഡ് ലെൻസ്. റെഡി? ഓക്കെ, അപ്പോൾ സെക്കൻഡ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് ആർ. ഓക്കെ, റൈറ്റ്. ഇനി തേർഡ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഈസ് മാച്ചിങ് വിത്ത് പി, സെക്കൻഡ് ഈസ് മാച്ചിങ് വിത്ത് ആർ. ഫസ്റ്റ് വിത്ത് പി, സെക്കൻഡ് വിത്ത് ആർ. അതന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വിത്ത് പി, സെക്കൻഡ് വിത്ത് ആർ. ഇവിടെ ഇതാ, അപ്പോൾ ഇതാണ് ആൻസർ കേട്ടോ. നോക്കൂ, നമുക്ക് എ നോക്കാം. ഫസ്റ്റ് വിത്ത് പി, സെക്കൻഡ് വിത്ത് ആർ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വിത്ത് പി, സെക്കൻഡ് വിത്ത് ആർ, വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ ദിസ് മസ്റ്റ് ബി ദ ഓപ്ഷൻ. നമുക്ക് തേർഡ് നോക്കാം. ഇനി തേർഡ് എന്താണെന്നറിയോ? ഈ ലെൻസ് നോക്കൂ, എഗെയിൻ കോൺവെക്സ് ലെൻസ് ആണ്, ഫോക്കൽ ലെങ്ത് 10 ആണ്, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 2f ലാണ്. ഇമേജ് വിൽ ബി എ 2f ഓൺ ദ അതർ സൈഡ്. അതിൽ ഇത് എത്രയാണ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സെക്കൻഡ് കോൺകേവ് ലെൻസിൽ നിന്ന് അതിൻ്റെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 15 സെൻറ്റിമീറ്റർ. അതായത് ഇമേജ് ഫോംഡ് ബൈ ദ ഫസ്റ്റ് ലെൻസ് വിൽ ആക്ട് ആസ് ദ ഒബ്ജക്ട് ഫോർ ദ റിഫ്രാക്ഷൻ ത്രൂ ദ സെക്കൻഡ് ലെൻസ് ദ. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ലെൻസിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ അകലെയാണ് ഇമേജ്. അപ്പോൾ ആ സെക്കൻഡ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ഡിസ്റ്റൻസ് കാണാൻ എന്താ 1/f എന്ന് പറഞ്ഞാൽ 1/-20. ഓക്കെ, പ്ലസ് 1/15. അപ്പോൾ 1/60 വരും. ഇമേജ് അറ്റ് 60 സെൻറ്റിമീറ്റർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദി സെക്കൻഡ് ലെൻസ് ആണ് 60 സെൻറ്റിമീറ്റർ. അപ്പോൾ അതെവിടെയാണ് ഉള്ളത്? അത് ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് 60 സെൻറ്റിമീറ്റർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി സെക്കൻഡ് ലെൻസ്. അതായത് സി തേർഡ് മസ്റ്റ് ബി മാച്ചിങ് വിത്ത് ക്യൂ. ദ തേർഡ് ഈസ് മാച്ചിങ് വിത്ത് ക്യൂ. ആൻഡ് ഫൈനലി നമുക്ക് ഇവിടെ നോക്കാം ഫോർത്ത്. അതിൽ ഇവിടെ എന്താ ഒബ്ജക്റ്റ് നോക്കൂ, ഈ കോൺകേവ് ലെൻസിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അല്ല. അപ്പോൾ നമുക്ക് 1/v = 1/f + 1/u. ഓക്കെ, അവിടെ ഫോക്കൽ ലെങ്ത് എത്രയാ? ഫോക്കൽ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, -1/20. ഒബ്ജക്ട് ഡിസ്റ്റൻസും നെഗറ്റീവാണ്, -1/20. അപ്പോൾ -2/20 ഓർ -1/10 വരും. ഓക്കെ, അപ്പോൾ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് 10 സെൻറ്റിമീറ്റർ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അത് സെക്കൻഡ് ലെൻസിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ആകലെയാണ്. അപ്പോൾ സെക്കൻഡ് ലെൻസ് ഫോം ചെയ്യുക അല്ലേ. നോക്കൂ, ഈ ഫസ്റ്റ് ലെൻസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ പുറകിൽ. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ലെൻസിൽ നിന്ന് ഇവിടം വരെയുള്ളത് 5, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 10 പറഞ്ഞാൽ സെക്കൻഡ് ലെൻസിൻ്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, അപ്പോൾ ഇമേജ് 1/v2 പറഞ്ഞാൽ 1/f + 1/u ആ. ഓക്കെ, അതിൽ 1/f എന്ന് പറഞ്ഞാൽ 1/10. u എത്രയാ? u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -15 അപ്പോൾ പ്ലസ് 1/-15 ഇങ്ങനെ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/30 വരും. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി സെക്കൻഡ് ലെൻസ്. ഓക്കെ, ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് 30 സെൻറ്റിമീറ്റർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ലെൻസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ തന്നെ കിട്ടും. റൈറ്റ്, താങ്ക് യു.